എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി ആഴ്ചകളെ അപേക്ഷിച്ച് ഇന്ന് പോഡ്കാസ്റ്റിൽ ഞങ്ങൾ വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 19 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. ഇന്നിപ്പോൾ 20ാമത്തെ എപ്പിസോഡാണ്. ഈ 19 എപ്പിസോഡിൽ ഞങ്ങൾ പല വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചു. പോപ്പുലേഷനെ പറ്റിയും, സിനിമകളെ പറ്റിയും, ജപ്പാനെ പറ്റി സംസാരിച്ചു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. അതിന് ശേഷം ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊമന്റ്സില് പലരും പല ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ എതിരഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങൾ എല്ലാ കമന്റും വായിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചില ഡിസഗ്രിമെന്റ്സോ, എഗ്രിമെന്റ്സോ ഒക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് അതിനകത്ത് ഞങ്ങൾക്ക് തോന്നുന്ന കുറച്ച് റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. ചോദ്യങ്ങളാണെങ്കിലും ഉത്തരങ്ങൾ കൊടുക്കുക. ഡിസഗ്രിമെന്റ്സ് ആണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളും അറിയുക. അതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രതീക്ഷിച്ചത്. കാരണം പലപ്പോഴും യൂട്യൂബ് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനായി മാറാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്ന കമന്റ്സിലൂടെയാണ്. അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞങ്ങൾക്കും അതോട് എൻഗേജ് ചെയ്യാനും ആയിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ കാണുന്നത്. മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. എൻ്റെ പേര് സോണൽ. എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. ഞങ്ങൾ രണ്ടുപേരും നയനിധി പോളിസി കളക്ടർ എന്ന ഓർഗനൈസേഷൻ്റെ ഫൗണ്ടേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കമന്റ്സിലോട്ട് കടന്നാലോ ആനന്ദേ? ഞാനപ്പോ കുറച്ച് കമന്റ്സ് കമ്പൈൽ ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത്. എല്ലാവർക്കും ചിലപ്പോ ഇതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയുള്ള കമന്റ്സ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡിസഗ്രിമെന്റ്സും ഓക്കെ. കുറച്ച് ഏഹ്, ഏഹ്, കുറച്ച് പേര് നമ്മളുടെ വീഡിയോസിന്റെ താഴെ ഡിസഗ്രിമെന്റ്സും കാര്യങ്ങളും അവരുടെ അഭിപ്രായവും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ കുറച്ച് പെർസ്പെക്റ്റീവ്സും കൂടി ആഡ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിലാണ് സോനൽ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിച്ചത്. അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ സോനൽ? ഏടാ ഓക്കെ. കിടക്കാം. ആദ്യായിട്ട് പൊതുവെ നമ്മള് പബ്ലിക് പോളിസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു തിങ്ക് ടാങ്ക് ആണെന്ന് പറയാറുണ്ട്. ആൾക്കാരോടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂട്യൂബിൽ വന്നൊരു കമന്റ് അല്ല. പക്ഷെ ജനറലി ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ളതും നമ്മൾ പബ്ലിക് പോളിസിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴൊക്കെ അവർക്ക് തോന്നുന്നൊരു സംശയമാണ്. എന്താണ് പബ്ലിക് പോളിസി എന്നുള്ളത്? ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണോ? അവരിതിനെപ്പറ്റി ബോധേഡാവേണ്ട ആവശ്യമുണ്ടോ? നമ്മളുടെ വീഡിയോസ് കാണേണ്ട ആവശ്യമുണ്ടോ? എന്നൊക്കെയുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോ ആദ്യത്തെ ചോദ്യം ഞാൻ സോനലിനോട് തന്നെ ചോദിക്കാം. എന്താണ് പബ്ലിക് പോളിസി സോനൽ? അതിന് ആൾക്കാർ ഇത്ര യാ. ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്ര കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കും ഇടയ്ക്ക് കിട്ടാറുള്ള ഒരു ചോദ്യമാണിത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് പൊതുവേ ഓട്ടോയിലോ, ഊബറിലോ കയറുമ്പോൾ നമ്മള് ഡ്രൈവർമാരോടൊക്കെ ഉം. ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കും. റൈറ്റ് എന്താണ് നിങ്ങളുടെ എങ്ങനെയാണ് ഊബറിൽ ഓട്ടം കിട്ടുന്നുണ്ടോ? അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും നിങ്ങളെന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും പബ്ലിക് പോളിസി എന്ന് പറഞ്ഞൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മീഡിയേറ്റ്ലി ഒരു ഇൻഷുറൻസ് പോളിസി ആ ഒരു സംഭവമാണല്ലേ ആ. എന്നാണ് അവരുടെ തലയിലോട്ട് ആദ്യം പോവുക. റൈറ്റ്. അപ്പോൾ ഈ ഇപ്പം നമുക്കിപ്പോൾ കുടുംബക്കാരോടാണെങ്കിലും ആരോടാണെങ്കിലും നമ്മുടെ എന്താണ് വർക്ക് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലപ്പോഴും. ഉം. റൈറ്റ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കുറേ പോരായ്മകളാണ്. ആ പോരായ്മകൾ ഞാനിപ്പോൾ പറയുമ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പബ്ലിക് പോളിസി എന്ന് ജനറലി പറയുമ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന എന്ത് കാര്യത്തെയാണ് നമ്മൾ പൊതുവെ പബ്ലിക് പോളിസി എന്ന് നമ്മൾ പറയുന്നത്. റൈറ്റ്. ഗവൺമെന്റ് എന്ത് ചെയ്താലും അത് പബ്ലിക് പോളിസിയാണ്. ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് റൺ ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിനെയാണ് പൊതുവെ നമ്മൾ പബ്ലിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഗവൺമെന്റുമായിട്ടൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബാക്കിയുള്ള മെഷീനറികളുമായിട്ട് ബന്ധമുണ്ട്. പബ്ലിക് പോളിസി എന്ന് ഗവൺമെന്റ് ഇറക്കുന്ന പോളിസികൾ. അത് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും നമ്മുടെ ജീവിതത്തിലെ പല ഏരിയാസിലോട്ടും കടന്നു കയറുന്ന ഒരു സാധനമാണ്. റൈറ്റ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ആണെങ്കിലും ഭക്ഷണം മേടിക്കുന്നതിലാണെങ്കിലും വിൽക്കുന്നതിലാണെങ്കിലും ഇടുന്ന ഷട്ടിലാണെങ്കിലും നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോബീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ബുക്ക് മേടിക്കും. ഇതിനകത്തെല്ലാം ഗവൺമെന്റിന്റെ ഒന്നോ അല്ലെ ഒരു രീതിയിലോ വേറൊരു രീതിയിലോ മറ്റൊരു രീതിയിലോ ഗവൺമെന്റിന്റെ പല ഇൻഫ്ലുവൻസുകളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. റൈറ്റ്. അതുകൊണ്ടാണ് പബ്ലിക് പോളിസിനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് വളരെ ഓൾ എൻകംപാസിംഗ് ആവുന്നത്. അതായത് പല ഏരിയയിലേക്ക് സ്പ്രെഡ് ആയിട്ടൊരു സാധനമായി മാറുന്നത്. റൈറ്റ്. അങ്ങനെ ആവാൻ പാടുമോ ഇല്ലയോ എന്ന് ഒരു ചോദ്യമുണ്ട്. ഗവൺമെന്റ് എന്തിനാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്? പക്ഷേ ഗവൺമെന്റ് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ ഇടപെടലുകൾ എങ്ങനെ ഇടപെടാം എന്ന് ചിന്തിക്കുന്നതാണ് പബ്ലിക് പോളിസി. റൈറ്റ്. ഉം. ഗവൺമെന്റ് എങ്ങനെ ഇടപെട്ടാലായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവുക? അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് ദോഷം ഏറ്റവും കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുക? എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഏരിയയ്ക്കാണ് പബ്ലിക് പോളിസി എന്ന് പറയുന്നത്. നൗ എന്തുകൊണ്ട് ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കണം? എന്തുകൊണ്ട് ഇപ്പം സാധാരണ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പം ഒരു 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 കട നടത്തുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു ഐടി സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് പബ്ലിക് പോളിസിനെ പറ്റി കെയർ ചെയ്യണം എന്നുള്ളത് വളരെ വളരെ പ്രാക്ടിക്കലായ ഒരു ചോദ്യമാണ്. കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രമാത്രം
പബ്ലിക് പോളിസിനെ ഓരോന്നിനെ എടുത്ത് അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പബ്ലിക്കിലുള്ള പല ഇഷ്യൂസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാംഗ്ലൂർ എന്ന സിറ്റിയിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ നല്ല റോഡില്ല അല്ലെങ്കിൽ ട്രാഫിക് കൂടുതലാണ്. കൊച്ചിയിൽ താമസിക്കുകയാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് മോശമാണ്. അപ്പം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും അതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നവരാണ്. ആൻഡ് ഇതിന്റെ പലപ്പോഴും ഉള്ള സൊല്യൂഷൻസ് പബ്ലിക് പോളിസിയിൽ ചില ചേഞ്ചസ് കൊണ്ടുവരുവാണെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പല രീതിയിലും നോക്കുകയാണെങ്കിൽ പബ്ലിക് പോളിസിയിലെ ചേഞ്ചസ് കൊണ്ട് ഈ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് വരാനുള്ള ഏക ഹോപ്പുള്ളൂ. കാരണം ഇതിനകത്തെല്ലാം ഗവൺമെന്റ് ഉണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് ആണേലും, ട്രാഫിക്കിന്റെ ഇഷ്യൂലാണേലും, റോഡിന്റെ കൺസ്ട്രക്ഷനിലാണേലും, പൊല്യൂഷനിലാണെങ്കിലും എല്ലാത്തിലും ഗവൺമെന്റിന്റെ കൈയുണ്ട്. അപ്പം നമ്മക്കിതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആകെ കുറച്ച് മാർഗ്ഗങ്ങളേ ഉള്ളൂ. റൈറ്റ്? കാരണം പബ്ലിക് പോളിസി ഉണ്ടാക്കുന്നത് പൊതുവെ ബ്യൂറോക്രാറ്റ്സും പൊളിറ്റീഷ്യൻസും ആയ ആൾക്കാരാണ്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് 1, 2 വഴികളേ ഉള്ളൂ. റൈറ്റ്? ഒന്ന് മെയിൻ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യുന്നതിലൂടെയാണ്. റൈറ്റ്? ഉം. അപ്പം നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? ഇന്നയാൾക്ക് വോട്ട് ചെയ്യണോ? വേറെ ആൾക്ക് വോട്ട് ചെയ്യണോ? വേറെ ആൾക്ക് വോട്ട് ചെയ്യണോ? എന്നൊരു ചോയ്സ് നമ്മൾ പലപ്പോഴും ഇപ്പം റിക്കറിംഗ് ആയി നടക്കുന്ന ഇലക്ഷൻസ് അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇലക്ഷൻ ആയാലും സ്റ്റേറ്റ് ആയാലും നമ്മുടെ ലോക്കൽ ഗവൺമെന്റുകളുടെ ഇലക്ഷൻ ആയാലും ഇതിനകത്തൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം നല്ല രീതിയിൽ സിറ്റിസൺസ് നല്ല പോളിസീസിനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോളിസിയിലെ ചേഞ്ചസ് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് പൊതുവെ പൊളിറ്റീഷ്യൻസ് റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സ് റെസ്പോണ്ട് ചെയ്ത് നല്ല പോളിസീസുമായിട്ട് പുറത്തു വരുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വോയിസ് റേസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സംസാരിക്കുമ്പോഴോ. കാരണം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും ഒത്തിരി പൊളിറ്റീഷ്യൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ കാര്യങ്ങളെപ്പറ്റി അവർ വളരെയധികം ബോധേഡ് ആണ്. റൈറ്റ്? ഉം. അല്ലെങ്കിൽ അവിടെയാണ് പബ്ലിക് സെന്റിമെന്റ്സ് കൂടുതൽ കാണാൻ പറ്റുക എന്ന് അവർക്കറിയാവുന്നത്. അപ്പം നമ്മൾ റൈറ്റ് ആയ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ പലപ്പോഴും പബ്ലിക് പോളിസിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവുന്നത് എന്താണ് ഗുണദോഷങ്ങൾ നമുക്ക് പബ്ലിക് പോളിസിയിൽ ചേഞ്ചസ് വരികയാണെന്ന് മനസ്സിലാവുന്നത് ആ കാര്യങ്ങളെപ്പറ്റി അവെയർ ആയിരിക്കാനും ആ കാര്യങ്ങളെ റൈറ്റായ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ റൈറ്റായ നമ്മുടെ റൈറ്റ് പലർക്കും ഡിഫറൻ്റ് ആവാം. പക്ഷേ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനും ബ്രെയിൻ സ്റ്റോം ചെയ്യാനും നമ്മൾ പബ്ലിക് പോളിസിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റൈറ്റ്? അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പബ്ലിക് പോളിസിനെ പറ്റി ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത്. ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഒരു റോൾ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റോൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ഇഷ്യൂസും ഈ വിഷയങ്ങളൊക്കെ ആൾക്കാരുടെ അടുത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും വായിക്കാനും കേൾക്കാനുമായിട്ടുള്ള റിസോഴ്സുകൾ നിങ്ങൾക്കുമായിട്ട് പങ്കുവെക്കുക. അതിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നമുക്ക് ഒരുമിച്ച് ഫോം ചെയ്യാൻ നിങ്ങളുടെയും ഞങ്ങളുടെയും ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് ഫോം ചെയ്യാൻ ഇവോൾവ് ചെയ്യാനും ആ ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ആൻഡ് ആസ് എ സ്ലോ പ്രോസസ്സാണ്. ലോങ് ടേമിലായിരിക്കാം ചേഞ്ചും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഓൾ ഗുഡ് ചേഞ്ചസ് ആർ സ്ലോ ചേഞ്ചസ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സ്ലോ പ്രോസസ്സിന് പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ അതിലൊരു ഭാഗമാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഒരു ഉദ്ദേശം. സോ അതാണ് പബ്ലിക് പോളിസി ഇൻ ജനറൽ ആൻഡ് വൈ ഷുഡ് വി കെയർ അബൌട്ട് ഇറ്റ് എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ആനന്ദേ നിനക്ക് തോന്നുന്നത്? സോനൽ പറഞ്ഞതൊക്കെയാണ് എന്റെയും അഭിപ്രായം. ഇതിന്റെ കൂടെ ഞാൻ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യാം. നമ്മൾക്ക് പബ്ലിക് പോളിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സോനൽ പറഞ്ഞല്ലോ. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഇങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളുടെ ഒപ്പീനിയൻ ഒക്കെ ചിലപ്പോ ഗവൺമെന്റ് റിഫ്ലക്ട് ചെയ്യോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പോളിസിനെ പറ്റി പറയുമ്പോൾ 2 തരത്തിലാണ് നമുക്കൊരു പോളിസി ഡിസിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് പൊതുവേ പറയുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ട്ലി ഗവൺമെന്റിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിനോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട പോളിസീസ് കൊണ്ടുവരാം എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് സോനിൽ പറഞ്ഞ കുറച്ചും കൂടി ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിലൊക്കെ ഇറങ്ങി അവരെയൊക്കെ നല്ല പോളിസീസിനെ പറ്റി ബോധവാന്മാരാക്കി. അപ്പൊ ജനറലി അങ്ങനെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി നല്ലൊരു പോളിസി ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് ഗവൺമെന്റ് റിഫ്ലക്ട് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ആണ്. നമ്മൾ കുറെ അധികം വിശ്വസിക്കുന്നത് ഈ രണ്ടാമത്തെ കാര്യത്തിലാണ്. അതായത് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുക, എന്തൊക്കെയാണ് ബോധവാന്മാരാക്കുക എന്നുള്ളതാണോ കറക്റ്റ് വാക്കെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ചും കൂടി നല്ല പോളിസി ഐഡിയാസ്, പോളിസി അനാലിസിസ് ഒക്കെ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഇത് കൊണ്ടുവരിക. ഗവൺമെന്റ് ചെയ്യുന്ന പോളിസീസിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുക എപ്പോഴും. അതാണോ നല്ല കാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിപ്പിക്കുക. അതുവഴി ആൾക്കാരുടെ ശരിക്കുമുള്ള ആവശ്യങ്ങൾ ഗവൺമെന്റിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗവൺമെന്റും അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം. അപ്പോ നമ്മൾ പലപ്പോഴും പോളിസി നമ്മളുടെ മേലെ എന്തോ അടിച്ചമർത്തുന്ന ഒരു സാധനമായിട്ടാണ് കുറച്ചു പേരെങ്കിലും വിശ്വസിക്കാറുള്ളത്. നിയമങ്ങളും ഗവൺമെന്റും ഒക്കെ പറയുന്നത് പോലെ നമ്മൾ നടക്കണം എന്നുള്ളതാണ് വിശ്വസിക്കാറുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പബ്ലിക് പോളിസി, ഈ നിയമങ്ങൾ എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതാണ് എനിക്കതിൽ ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കെന്നാ ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇത് ആദ്യത്തെ എപ്പിസോഡില് ജൊഹാൻ യാ. റോയ് പോൾ ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് നമ്മളെ പബ്ലിക് പോളിസിയിലേക്ക് അട്രാക്ട് ചെയ്ത കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അപ്പൊ ജൊഹാൻ ചോദിച്ചത് ഇതൊക്കെ നമ്മളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തു. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് തുടങ്ങിയത്?
എന്തുകൊണ്ട് വേറൊരു തിങ്ക് ടാങ്കിലോ അല്ലെങ്കിൽ വേറൊരു ഓർഗനൈസേഷനിലോ പോയി വർക്ക് ചെയ്തിട്ടില്ല? എന്തായിരുന്നു നമ്മുടെ വിഷൻ? എന്താണ് നമ്മളെ ഇൻസ്പയർ ചെയ്തത് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തിങ്ക് ടാങ്ക് തുടങ്ങാൻ എന്നുള്ളതാണ് ജോഹാൻ ചോദിച്ചത്. നല്ലൊരു ചോദ്യാണ്. ഇതെല്ലാ ദിവസവും ഞാനും എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യാണ്. വേറെ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യായിരുന്നല്ലോ, എന്തിനാണ് സ്വന്തം കമ്പനി തുടങ്ങി കഷ്ടപ്പെടുന്നതെന്നുള്ള ചോദ്യം. അഗെയിൻ എവരി ഡേ ഇതൊരു സ്ട്രഗിളാണ്. എവരി ഡേ ഒരു സ്വന്തം കമ്പനി റൺ ചെയ്യുക. അഗെയിൻ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഞങ്ങളൊരു 4 ഫൗണ്ടേഴ്സ് ഇപ്പോൾ കമ്പനിയിലുണ്ട്. തുടങ്ങിയ സമയത്ത് ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അപ്പം ഒരുമിച്ച് റൺ ചെയ്യാന്നുള്ളത് സ്ട്രഗിളാണ്. ഫിനാൻഷ്യലി സ്ട്രഗിളാണ്. ഫാമിലി വൈസ് അതൊരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരമില്ല. ഓൺട്രപ്രണർഷിപ്പിന് അതിൻ്റെതായ സ്ട്രെസ്സുണ്ട്, ടെൻഷനുണ്ട്. നമുക്ക് യുനോ 24/7 നമ്മൾ ഓണായിരിക്കണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ജനറലി എനിക്ക് പറയുകയാണെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഭയങ്കര ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ഫണ്ണുമാണ്. റൈറ്റ്? കാരണം നമുക്ക് ഒത്തിരി ഓണർഷിപ്പ് ഉണ്ട്. റൈറ്റ്? നമ്മുടെ മുകളിൽ ആരുമില്ല. റൈറ്റ്? അപ്പം നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പം നമുക്ക് ഒത്തിരി ഓണർഷിപ്പ് ഉണ്ട്. അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ സ്ട്രെസ്സും ടെൻഷനും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറയുന്ന പോലെ ഉം, എന്താണ് അടുത്ത സ്റ്റെപ്പ് നമുക്കറിയത്തില്ല. കോൺഫിഡൻസ് കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ അതേസമയം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഐഡിയാസ് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റും. അതിനെ കുറച്ചും കൂടെ അതിനെ ബൈ ചെയ്യാൻ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര ഹൈ ആണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. റൈറ്റ്? അപ്പം ഓൺട്രപ്രണർഷിപ്പിന് അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പോളിസി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാട്ടും ഒക്കെ ഇപ്പം ഞാനും ആനന്ദും ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് എല്ലാം ഞങ്ങൾ ഗവൺമെൻറ് കൂടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തവരാണ്. റൈറ്റ്? അപ്പം കേരളത്തിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഗവൺമെൻറ് ഭയങ്കര വലുതാണ്. ഉം. റൈറ്റ്? കേരളത്തിലെ ഗവൺമെൻറ് സ്പെൻഡിങ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റൊക്കെ വന്ന സമയത്ത് കേരളത്തിൽ ഭയങ്കര കടമാണെന്നുള്ള കാര്യമൊക്കെ കേട്ടു. സത്യമാണ്. റൈറ്റ്? അപ്പോൾ കേരളത്തിൽ ഒത്തിരി സ്പെൻഡിങ് കൂടുതലാണ്. കേരളത്തിൽ ഗവൺമെൻറ് സ്റ്റാഫ് ഒത്തിരി ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ അവർ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. റൈറ്റ്? കേരളത്തിലെ ഗവൺമെൻറ് വളരെ എവിടെയെങ്കിലും ഗവൺമെൻറ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. പക്ഷേ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, സോ കോൾഡ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ്റിലും ഒത്തിരി പ്രശ്നങ്ങളാണ്. ഗവൺമെൻറ്റിനോട് നമ്മൾ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. കേരളത്തിലെ ഗവൺമെൻറ്റിനെക്കാട്ടും കൂടുതലൊന്നും ഗവൺമെൻറ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉം. സാധ്യതകൾ വളരെ കുറവാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും ഗവൺമെൻറ് കൂടെ വർക്ക് ചെയ്ത് ഞങ്ങളുടെ കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അതിനേക്കാട്ടൊക്കെ 10 മടങ്ങ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ എഫിഷ്യൻസി തന്നെ നമ്മൾ പൊതുവെ ഒരു പ്രൈവറ്റ് കമ്പനിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ആ എഫിഷ്യൻസി നമ്മൾ പറയുന്നത്. റൈറ്റ്? അപ്പോൾ ഗവൺമെൻറ്റിന് എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ട്. ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് ഇല്ലാത്ത കപ്പാസിറ്റി ഉണ്ട്. ഗവൺമെൻറ്റിന് പല കാര്യങ്ങളിലും എക്സ്പെർട്ടീസ് ഇല്ലായ്മയുണ്ട്. ഫണ്ടിൻ്റെ കുറവുകളുണ്ട്. അപ്പം ഇലക്ഷൻ കാരണമുള്ളതും ലീഗൽ ഇഷ്യൂസ് കാരണമുള്ളതും കുറേ പരിമിതികളുണ്ട്. അപ്പം അതിൻ്റെതായ പൊളിറ്റിക്സും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം ഉള്ളപ്പോൾ ഗവൺമെൻറ് മാത്രം പ്രശ്നങ്ങളെ സോൾവ് ചെയ്താൽ പോരാ. അതിൻ്റെ കൂടെ നമുക്ക് സിവിൽ സൊസൈറ്റിക്ക് ഒരു റോളുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങൾക്ക് ഓർഗനൈസേഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു കാതലായ ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്കങ്ങനെയായിരുന്നു. പലപ്പോഴും കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ അതിപ്രസരം കാരണം പലപ്പോഴും ഈ സിവിൽ സൊസൈറ്റി പലപ്പോഴും ഒതുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം നമ്മൾ പൊതുവേ ഇപ്പം ഡോണേഴ്സിനോടോ അല്ലെങ്കിൽ ഫിലാന്ത്രപ്പിസ്റ്റുകളോടൊക്കെ സംസാരിക്കുമ്പോൾ കേരളത്തിൽ എന്തിനാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം, സോഷ്യൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം, കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ്ഡ് അല്ലേ എന്നുള്ളതാണ് ജനറലി പറയുന്നത്. റൈറ്റ്? അപ്പം കേരളത്തിലെ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പലപ്പോഴും കുറവാണ് എന്നാണ്. അല്ലെങ്കിൽ അത്രയും മാത്രം അവരുടെ കേപ്പബിലിറ്റിക്ക് അത്രമാത്രം അവർ ഉയരുന്നില്ല. അല്ലെങ്കിൽ അതിനുള്ള ഗ്യാപ്പുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗിനാണ് അപ്പം നമ്മൾ ഓർഗനൈസേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അതിപ്പം വേറെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്താലും നമുക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ നമ്മളങ്ങ് തുടങ്ങി. തുടങ്ങിയ പോക്കിലങ്ങ് തുടങ്ങി പോകുന്നു. അതാണ്. ഇതിലെ സോനൽ പറഞ്ഞതിൽ ഒരു സംഭവം ആഡ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് മുന്നേ ഒരു ഫെലോഷിപ്പ് ചെയ്തപ്പോഴാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. നമ്മൾ ഈ ഫൗണ്ടേഴ്സ് എല്ലാവരും. മഹാത്മാഗാന്ധി നാഷണൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴാണ്. അപ്പൊ ആ സമയത്ത് നമ്മള് ഈ ഗവൺമെന്റ് മെഷീനറി ആയിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്തതൊക്കെ. നമ്മള് ഫീൽഡിൽ എങ്ങനെയാണ് ഗവൺമെന്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയത് ആ ഒരു പലപ്പോഴും ഒരു റൂട്ടീൻ വർക്ക് എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ഗവൺമെന്റ് മെഷീനറിയിലൊക്കെ ഉള്ളത്. ഓരോ ദിവസവും വരിക, അന്ന് ചെയ്യേണ്ട ജോലികൾ തീർക്കുക എന്നൊക്കെയുള്ളതാണ്. നമ്മള് പ്ലാനിംഗ് ഓഫീസുകളിലൊക്കെയാണ് വർക്ക് ചെയ്തത്. നമ്മൾ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്രയധികം വർക്ക് ലോഡ് ഉണ്ട്. പ്ലാൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല കാര്യമായിട്ട്. ഡേ ടു ഡേ വർക്ക് ചെയ്തു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ ഐഡിയാസ് ഒക്കെ എവിടുന്നെങ്കിലും വരേണ്ട ഒരു ആവശ്യം കേരളത്തിലുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഗവൺമെന്റ് എല്ലായിടത്തും ഉണ്ട്.
അപ്പൊ എല്ലാം ഗവൺമെന്റ് ചെയ്തോളും എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷെ നമ്മള് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് പുറത്തുനിന്ന് വരുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ട ഒരു ആവശ്യകത കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു എക്കണോമിക് സിറ്റുവേഷനും പുതിയ പോളിസീസ് ഒക്കെ എങ്ങനെയാണ് എക്കണോമിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നൊക്കെയുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാന്. അങ്ങനത്തെ രീതിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ഭയങ്കര ലിമിറ്റഡ് ആണ് അങ്ങനത്തെ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനൊക്കെ. അപ്പോ പുറത്തുനിന്ന് സോനൽ പറഞ്ഞതുപോലെ യാ. സൊസൈറ്റിയുടെ ലെവലിന്നും ഇങ്ങനത്തെ തിങ്ക് ടാങ്കിന്റെ ലെവലിന്നും ഒക്കെ കുറെ ഇൻപുട്സ് ഒക്കെ വരുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പോഴും. ഞാനിത് ആക്ച്വലി നമ്മുടെ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രണയിനോടൊക്കെ സംസാരിച്ചപ്പോൾ പ്രണയ് പറഞ്ഞത് ഇന്ത്യയിൽ ഇനിയും ഒരു 100 തിങ്ക് ടാങ്കുകളുടെയും കൂടി ആവശ്യകതയുണ്ട് ഇന്ത്യയുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ എന്നുള്ളതാണ്. കാരണം അത്രയധികം റിക്വയർമെന്റ് ഇപ്പൊ തിങ്ക് ടാങ്കുകളുടെ റിക്വയർമെന്റ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോഴും എന്താ പറയാ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണെങ്കിലും കേരള ആണെങ്കിലൊക്കെ നമുക്ക് ഇനിയും ഒക്കെ ഉം. വളരാനൊക്കെയുള്ള പോസിബിലിറ്റീസും ഉം. കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ വളരേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ രാജ്യവും കേരളവും ഒക്കെ കൂടുതൽ പ്രായമായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഡെമോഗ്രഫിക്കലി ഏജ്ഡ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ വയസ്സാവുന്നതിന് മുന്നേ നമ്മൾ റിച്ച് ആവണം എന്നൊക്കെയുള്ളതാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. വയസ്സായിട്ടുള്ള ഒരു സമൂഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പെൻഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റം വഴി സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ എൻഷുർ ചെയ്യാനും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റിച്ച് ആയേ പറ്റുള്ളൂ. നമ്മൾക്കൊരു വലിയ പൂൾ ഓഫ് റിസോഴ്സ് ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ ഐഡിയാസിന്റെ ആവശ്യകതയുണ്ട്. നമ്മളെപ്പോലുള്ള കൂടുതൽ ഓർഗനൈസേഷൻസ് ഇനിയും വരേണ്ട ആവശ്യകതയുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം. കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് പൊതുവെ അഗെയിൻ എന്നോട് ആൾക്കാർ ചോദിക്കാറുള്ളതാണ്. നമ്മൾ പൊതുവെ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. മാർക്കറ്റിൽ ഫ്രീഡം ആൾക്കാർക്ക് ഫ്രീഡം മാക്സിമം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കാറുള്ളത് എന്തുകൊണ്ട് ഫ്രീഡം? എന്താണ് ഫ്രീഡത്തിന്റെ ആവശ്യകത? എല്ലാവർക്കും കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗവൺമെന്റിന്റെ ആവശ്യമുണ്ടോ? എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോ സോനലിന് എന്താണ് ഇതിൽ ഉത്തരം പറയാനുള്ളത്? എന്തുകൊണ്ട് ഫ്രീഡം? ഒരു ഫ്രീ ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഗവൺമെന്റ് റോൾ എന്താണ്? അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്നോട് ആരും ഈ ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മുടെ പോഡ്കാസ്റ്റ് കേട്ടിട്ടുള്ള ആൾക്കാരാരെങ്കിലും. ആനന്ദിനോട് ചോദിച്ച ഫ്രണ്ട്സ് വളരെ ബ്രില്യന്റ് ആയ ആൾക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ എപ്പിസോഡുകളുടെ എല്ലാം ഫണ്ടമെന്റൽ ആയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ളൊരു ഐഡിയ ആണ്. എന്തുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇൻഡിവിജ്വൽ ഫ്രീഡം, ഫ്രീഡം എന്നുള്ള കാര്യം പറയാറുള്ളത് എന്നാണല്ലോ ചോദ്യം. റൈറ്റ്? എന്നാണല്ലോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ചോദ്യം. ഉം. അപ്പം ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലെങ്കിൽ എന്ത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു കാര്യം. റൈറ്റ്? അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. റൈറ്റ്? ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു വ്യക്തിയാണ്. റൈറ്റ്? ഒരു പുരുഷൻ, ഒരു മലയാളി, ഇന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നു. വയനാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. റൈറ്റ്? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു വ്യക്തിത്വം, റൈറ്റ്? ആ ഒരു വ്യക്തിക്കുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്കിഷ്ടമുള്ള യുനോ ഡ്രസ്സ് ഇടണം, എനിക്കിഷ്ടമുള്ള കൂട്ടുകാരോട് കൂട്ടുകൂടണം, എനിക്ക് ഫോൺ വിളിക്കണമെങ്കിൽ ഫോൺ വിളിക്കണം, ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം. ഇതൊക്കെയാണ് ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും മിനിമം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതിനകത്ത് എനിക്ക് മാക്സിമം ഫ്രീഡം, എനിക്ക് ചെയ്യേണ്ട കാര്യം എനിക്ക് ചെയ്യേണ്ട സൗകര്യത്തോടെ ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ പൊതുവെ ഫ്രീഡം എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. റൈറ്റ്? ഇപ്പം നമ്മൾ കാറിൽ കയറി വണ്ടി ഓടിക്കുമ്പോൾ ലെറ്റ്സ് സേ ആ കാറിൻ്റെ സ്പീഡ് 40-ൽ കൂടുതൽ കൂടാത്ത രീതിയിലൊരു ഒരു 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 ക്യാപ്പ് വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. കാർ നമ്മൾ എത്ര ആക്സിലറേറ്റർ കൊടുത്താലും 40-നേക്കാട്ടും കൂടുതൽ സ്പീഡ് പോകില്ല. നമ്മളെല്ലാം ഇറിറ്റേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ? ഉം. അതിനാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നമ്മളൊരാളെ ഫോൺ വിളിക്കാൻ 2 മിനിറ്റ് ആകുമ്പോൾ ഫോൺ കട്ടായി പോകും. അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണ് ഒരു ദിവസം 500 MB കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനത്തെയാണ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഫ്രീഡം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നോ. പക്ഷെ ഇതിന് പ്രശ്നമുണ്ട്. നമ്മളെല്ലാം നമ്മുടെ ഫ്രീഡം അങ്ങ് എൻജോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഫ്രീഡത്തിൽ നമ്മൾ കയറി കിടക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്? ഇപ്പം ഞാൻ എൻ്റെ ഫ്രീഡം അങ്ങട് ഭയങ്കരമായിട്ട് അങ്ങട് എൻജോയ് ചെയ്തിട്ട് എനിക്ക് എവിടെയും കയറി ചെല്ലാന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ വീട്ടിൽ കയറി ചെന്ന് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വരികയാണെങ്കിൽ അത് വേറൊരാളുടെ ഫ്രീഡത്തിൽ നമ്മൾ കയറി ചെല്ലുന്നത് പോലെയാണ്. അപ്പം ഫ്രീഡം നമുക്കങ്ങനെ അഴിച്ചു വിടാൻ പറ്റത്തില്ല. കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ജനറലി സംസാരിക്കുകയാണെങ്കിൽ ഫ്രീഡത്തിൽ നമ്മൾ കൊടുക്കേണ്ട റെസ്ട്രിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രീഡം മാക്സിമം എൻജോയ് ചെയ്യാം ആസ് ലോങ് ആസ് വേറൊരാളുടെ ഫ്രീഡത്തെ ഞാൻ അഫക്റ്റ് ചെയ്യുന്നില്ല. ഉം. അതാണ് നമ്മൾ പറയുന്നൊരു ഐഡിയ. റൈറ്റ്? അപ്പം ഈ ഇൻഡിവിജ്വൽ ഫ്രീഡം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ്, ഇൻഡിവിജ്വൽ ഫ്രീഡം ഇല്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ആരെന്താണ് ചിന്തിക്കേണ്ടതെന്ന് ഒരിക്കലും ആർക്കും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരിക്കലും ഒരു പരിധി കൂടുതലൊന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ്? എല്ലായിടത്തും ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. എല്ലാ സൊസൈറ്റിയിലും ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്.
പക്ഷേ എത്ര ലെവൽ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. പല ഉം. സ്ഥലങ്ങളിലും റെസ്ട്രിക്ഷൻസ് ചിലപ്പം ഭയങ്കര കൂടുതലായിരിക്കും. ചിലയിടത്ത് ഭയങ്കര കുറവായിരിക്കും. ചിലയിടത്ത് റെസ്ട്രിക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലയിടത്ത് റെസ്ട്രിക്ഷനേ ഉണ്ടാവത്തില്ല. റൈറ്റ്? അപ്പം ഇതിന്റെ ഒരു ബാലൻസ് നമുക്ക് എവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ്? ഇനി നമ്മൾ പലപ്പോഴും ഇപ്പം ഞാനും ആനന്ദും മാത്രമായിട്ട് താമസിക്കുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ എൻ്റെ ഫ്രീഡം പലപ്പോഴും ഞാൻ ആനന്ദിന്റെ ഫ്രീഡത്തിൽ കൈകടത്താൻ ഉപയോഗിക്കുകയാണ്. ആനന്ദ് തിരിച്ചും ഉപയോഗിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഇപ്പം നമ്മൾ രണ്ടുപേരും നമ്മുടെ ഫ്രീഡം ഫുള്ളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും പണി കിട്ടും. നമ്മൾ രണ്ടുപേരുടെയും ഫ്രീഡം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരാളെ നമുക്കവിടെ നിർത്താം. ഒരു ജഡ്ജായിട്ട്. ആ ജഡ്ജിനെയാണ് പൊതുവെ നമ്മൾ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഉം. ഐഡിയ നിന്നാണ് പൊതുവെ ഗവൺമെന്റ് എന്നൊരു ഐഡിയ ഉണ്ടായി വരുന്നത് തന്നെ. റൈറ്റ്? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗവൺമെന്റ് തുടങ്ങിയത്. അപ്പോൾ ഗവൺമെന്റ് നമ്മൾ കുറച്ച് പവേഴ്സ് കൊടുത്തു. നമ്മൾ ആരെങ്കിലും വേറൊരാളെ ഉപദ്രവിക്കുകയോ, അടിക്കുകയോ, കൊല്ലുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കക്കുകയോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയ്ക്കുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു എൻറ്റിറ്റിയെയാണ് ഗവൺമെന്റ് കൊണ്ടത്. ഗവൺമെന്റ് വർഷങ്ങളോളം മുന്നോട്ട് പോകുന്തോറും ഗവൺമെന്റ് പവേഴ്സ് കൂടി വന്നിട്ട് ഗവൺമെന്റ് ആൾക്കാരുടെ ഫ്രീഡം കുറേയും കൂടെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് കൂടുതൽ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല സൊസൈറ്റികളും ഇന്ത്യ അടക്കം ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഫ്രീഡംസ് വളരെ കുറവും റെസ്ട്രിക്ഷൻസ് വളരെ കൂടുതലുള്ള സൊസൈറ്റികളായി മാറി. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഫ്രീഡംസ് മാക്സിമം കൂടുതലാവുമ്പോഴാണ് മാക്സിമം ഇന്നവേഷൻസ് വരുന്നത്. ആൾക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. ആൾക്കാർക്ക് അവരുടെ ഇഷ്ടമുള്ള ചോയ്സസ് എടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ആൾക്കാർ ഫ്രീ ആയിട്ട് ചോയ്സുകളും ഫ്രീ ആയിട്ട് ഇന്നവേഷൻസും നടത്തുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത്. പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നത്. ഗ്രോത്ത് ഉണ്ടാവുന്നത്, എല്ലാവർക്കും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്, ആ പൈസ മറ്റുള്ളവരിലേക്ക് എത്തുന്നത്, നമ്മളെല്ലാം ആസ് എ സൊസൈറ്റി ഗ്രോ ചെയ്യുന്നത്. ഈവൻ പോവർട്ടി സോൾവ് ചെയ്യാൻ വരെ നമുക്ക് കൂടുതൽ ഫ്രീഡംസിന്റെ ആവശ്യമുണ്ട്, കൂടുതൽ ഇന്നവേഷൻസിന്റെ ആവശ്യമുണ്ട്, കൂടുതൽ ഐഡിയാസിന്റെ ആവശ്യമുണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡംസ് ഉണ്ടെങ്കിലേ പലപ്പോഴും നമുക്ക് ഇന്നവേഷൻസും ഐഡിയാസും അതിലൂടെ നമ്മുടെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസും നമുക്കെല്ലാം ഒരുമിച്ച് വളരാനും ഗ്രോ ചെയ്യാനും പോവർട്ടി സോൾവ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. റൈറ്റ്? അപ്പം ഇതിനെയാണ് നമ്മൾ പൊതുവെ ഫ്രീഡം എന്ന് പറയുന്ന ഐഡിയ പറയുന്നത്. പക്ഷേ പലപ്പോഴും ഗവൺമെന്റും അല്ലെങ്കിൽ ബാക്കിയുള്ള എൻറ്റിറ്റീസും സൊസൈറ്റിയും മാർക്കറ്റ്സും അങ്ങനെ പലതും നമ്മുടെ ഫ്രീഡത്തെ എടുത്ത് കളയുന്ന സിറ്റുവേഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ അതിനെതിരായി സംസാരിക്കണം. ആ ഫ്രീഡംസിനെ നമ്മൾ എപ്പോഴും വൗച്ച് ചെയ്യണം. കൂടുതൽ ഫ്രീഡംസ് എപ്പോഴും നമ്മൾ ആ ബൗണ്ടറി നമ്മൾ എപ്പോഴും പുഷ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രീഡംസ് പോവാതിരിക്കുകയുള്ളൂ. കാരണം മറ്റേ സൈഡിൽ നിന്ന് എപ്പോഴും പവർഫുള്ളായ എൻറ്റിറ്റീസ് ഗവൺമെന്റും മാർക്കറ്റ്സും സൊസൈറ്റീസും അങ്ങനെയെല്ലാം നമ്മുടെ ഫ്രീഡം എടുത്ത് കളയാൻ പുഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഡിവിജ്വൽ ഫ്രീഡംസിന് വേണ്ടി നമ്മൾ എപ്പോഴും വൗച്ച് ചെയ്യണം. നൗ ഈ ഫ്രീഡം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതിനകത്ത് ഞങ്ങൾ പറയുന്ന ഒരു ഐഡിയ ഇൻഡിവിജ്വലിന്റെ ഫ്രീഡത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതൊരു ഇൻഡിവിജ്വലിന്റെ ഫ്രീഡം ആവുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഗ്രൂപ്പ് ഫ്രീഡങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആസ് എ ഗ്രൂപ്പ് ആണുങ്ങളുടെ ഫ്രീഡം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഫ്രീഡം, ഒരു റിലീജിയന്റെ ഫ്രീഡം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നല്ല കാര്യമാണ്. അങ്ങനെ പറയുന്നതിൽ ഫ്രീഡം ആണല്ലോ അറ്റ്ലീസ്റ്റ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളൊരു ആണുങ്ങളുടെ എല്ലാവരുടെയും ഫ്രീഡം എന്ന് പറയുമ്പോൾ അതിലുള്ള പല ആളുകളുടെയും ഫ്രീഡം നമ്മുടെ ആ ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് ഒരുപക്ഷെ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഫ്രീഡം വേണമെന്ന് പറയുന്നത്. ഈ ആൾക്കാർക്കെല്ലാം ഫ്രീഡം ഉള്ളൊരു സൊസൈറ്റിയിൽ ഗവൺമെൻറ് റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില റെസ്ട്രിക്ഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. വേറൊരാളുടെ ഫ്രീഡത്തെ നമ്മൾ എടുത്ത് കളയാതിരിക്കാൻ, വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ എടുത്ത് കളയാതിരിക്കാൻ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ആവശ്യം. സോ ഗവൺമെൻറ് റോള് അങ്ങനെ ചില ഏരിയാസിൽ ഇമ്പോർട്ടൻ്റ് ആയ ചില ഏരിയാസിലോട്ട് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ഏരിയാസിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ഫ്ലറിഷ് ചെയ്യാൻ സമ്മതിക്കുക. ഇൻഡിവിജ്വൽ ഫ്രീഡം ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ലോകം ഇടിഞ്ഞു പോകുന്നു, എല്ലാവരും നശിച്ചു പോകുന്നു ഒക്കെ നമുക്ക് മനസ്സിലൊരു പേടിയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയൊന്നുമില്ല. കാരണം ഓവർ ദി ഇയേഴ്സ് ഗവൺമെൻറ് ഫോം ചെയ്ത് ഓവർ ദി ഇയേഴ്സ് നമ്മുടെ ഫ്രീഡം കൂടിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ പീസും പ്രോസ്പെരിറ്റിയും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. ഫ്രീഡം കുറഞ്ഞ സ്ഥലങ്ങളിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലി നമ്മൾ കുറച്ച് കൺട്രീസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കേസുകളാണ്. ഫ്രീഡം എങ്ങനെ പ്രോസ്പെരിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. കാരണം ഞാനതൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോ 10 പേരുള്ള ഒരു ലോകമാണ് ഞാനും സോനലുമാണ് ഒരു ഫുഡ് എന്തെങ്കിലും വിൽക്കുന്നത്. പൊറോട്ട വിൽക്കുന്ന ആൾക്കാരെന്ന് വെച്ചോ. നമ്മൾ രണ്ടുപേരും ഒരു പൊറോട്ടക്ക് 10 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോ ഫ്രീഡം ഇല്ലാത്തൊരു സൊസൈറ്റിയാണ്. അപ്പോ 5 പേരെന്തായാലും സോനലിന്റെ അടുത്തുനിന്ന് പൊറോട്ട വാങ്ങണം എന്നുള്ളതാണ് ഫ്രീഡം ഇല്ലാത്ത ആ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് അങ്ങാറ്റം നിർദ്ദേശിക്കുന്നതെന്ന് വെച്ചോളൂ. അപ്പൊ 5 പേരെന്തായാലും സോനലിന്റെ അടുത്തുനിന്ന് വാങ്ങണം, 5 പേര് എന്റെ അടുത്തുനിന്ന് വാങ്ങണം. അപ്പൊ അങ്ങനത്തെ ഒരു കേസില് എനിക്ക് പുതിയ എന്തോ ഒരു ടെക്നോളജി കിട്ടി പൊറോട്ട കുറച്ചും കൂടി വേഗത്തിലാക്കാനോ എഫിഷ്യന്റ് ആയിട്ട് ഉണ്ടാക്കാനോ പൈസ കുറച്ചിട്ട് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എനിക്കൊരിക്കലും സോനലിന്റെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രീഡം ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കലും ആ പുതിയ ടെക്നോളജി ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കില്ല. അതേസമയം എനിക്ക് സോനലിന്റെ കസ്റ്റമേഴ്സിനെയും കൂടി അട്രാക്ട് ചെയ്യാം, അവർക്ക് ആരുടെ അടുത്തുനിന്ന് വാങ്ങാം എന്നൊക്കെയുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ
ഞാനെപ്പോഴും എന്റെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ട് സോനലിനെക്കാളും ബെറ്റർ ആവാനും സോനലിനെക്കാളും നല്ല പൊറോട്ട ഉണ്ടാക്കാനും, നല്ല ക്വാളിറ്റിയുള്ള പൊറോട്ട ചീപ്പായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഞാനും ആലോചിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുവഴിയാണ് എന്റെ ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നത്. അപ്പൊ സോനൽ ഒന്നിക്ക് എന്റെ കൂടെ കമ്പീറ്റ് ചെയ്യണം, എന്നെക്കാളും ബെറ്റർ ടെക്നോളജി കൊണ്ടുവരണം, എന്നിട്ട് സോനലിന്റെ കസ്റ്റമേഴ്സിനെ തിരിച്ച് അട്രാക്ട് ചെയ്യണം. യാഹ്. അങ്ങനെയാണ് ശരിക്കും നമ്മൾ പ്രോസ്പെരിറ്റിയിലേക്ക് നീങ്ങുന്നത്, ബെറ്റർ ടെക്നോളജി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ സോനൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഈ ബിസിനസ് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡം സോനലിനുണ്ടെങ്കിൽ സോനൽ അങ്ങനത്തെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് കുറച്ചും കൂടി കൂടുതൽ കസ്റ്റമേഴ്സിനെ യാഹ്. അങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പൊ ആൾക്കാർക്ക് എവിടുന്ന് വാങ്ങാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തുണ്ടാക്കാം എന്നൊക്കെയുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ എപ്പോഴും കൂടുതൽ ഇന്നോവേഷൻസും കൂടുതൽ ടെക്നോളജിയും കൂടുതൽ ആൾക്കാർക്കും ബെനിഫിറ്റ് ആണ്. കാരണം പൊറോട്ട കുറച്ചും കൂടി പൈസ കുറഞ്ഞിട്ടോ ബെറ്റർ ക്വാളിറ്റിയിലൊക്കെ കിട്ടുമ്പോഴും അങ്ങനെയൊക്കെ നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്രീഡം ഡയറക്ട്ലി യാഹ്. പ്രോസ്പെരിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോനിൽ പറഞ്ഞതിൽ ജസ്റ്റ് ഒരു ഈ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് വിചാരിച്ചിട്ടാണ് ആഡ് യാഹ്. ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഇത് നമ്മളുടെ സിറ്റീസിന്റെ ഉം. എപ്പിസോഡിൽ വന്നൊരു ചോദ്യമാണ്. അതിൽ ഞാൻ സ്ലമ്മിനെ ഉം. പറ്റിയിട്ട് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് സ്ലം ആൾക്കാർ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണ് ഹൗസിംഗ് ക്രൈസിസ് കാരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ജൊഹാൻ തന്നെ അതിനൊരു കൗണ്ടർ പോലെ പറഞ്ഞിരുന്നു, ഒരു ഡിസഗ്രിമെന്റ് പോലെ പറഞ്ഞിരുന്നു. അതായത് അതൊരു സൊല്യൂഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അതൊരു ക്രൈസിസിന്റെ ഒരു സിംപ്റ്റം പോലെയല്ലേ? അപ്പോ അത് കൂടുതൽ പ്രോഗ്രസ്സോ അല്ലെങ്കിൽ ആ ക്രൈസിസ് റിസോൾവ് ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ നമ്മളതൊരു സൊല്യൂഷനായിട്ട് പറഞ്ഞാല്? എന്നുള്ള രീതിയിലാണ് ജൊഹാൻ പറഞ്ഞത്. ഐ അഗ്രി ടു ജൊഹാൻ. കാരണം അതൊരു ക്രൈസിസ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ ആ കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിച്ചത് ഇത് ആൾക്കാർ തന്നെ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷനാണ് ഈ ക്രൈസിസ് മറികടക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോ സ്ലംസ് ഒരിക്കലും നല്ലതാണ് അല്ലെങ്കിൽ ഒരു നല്ല സംഭവമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ജൊഹാൻ പറയുന്നത് പോലെ തന്നെ. പക്ഷേ ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ സ്ലമ്മിൽ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് ഫ്ലാറ്റുകളോ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻകം ലെവൽസിലുള്ള ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് അവർ സ്ലമ്മിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോ അത് അവര് തന്നെ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഗവൺമെന്റ് ഉണ്ടാക്കിയ സൊല്യൂഷൻ ആണെന്നോ അങ്ങനത്തെ രീതിയിലല്ല. ഞാൻ ജൊഹാന്റെ ആ പോയിന്റിനോട്, ആ ഡിസഗ്രിമെന്റിനോട് കംപ്ലീറ്റ്ലി യോജിക്കുന്നു. കാരണം ഗവൺമെന്റ് അത് റിസോൾവ് ചെയ്യേണ്ട ഒരു കേസാണ്. ഒരു ഹൗസിംഗ് ക്രൈസിസിന്റെ റിഫ്ലക്ഷൻ ആണ്. അല്ലാതെ സിറ്റീസ് അല്ല സ്ലംസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു മെയിൻ പോയിന്റ് അവിടെ ഉണ്ടായിരുന്നത്. വേറൊരു ആ സെയിം എപ്പിസോഡിൽ വന്നൊരു സംഭവം ഞാൻ പറഞ്ഞു, കൊച്ചിയിൽ കൂടുതൽ നമ്മൾ ബിസിനസ്സുകൾ വളരാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. കാരണം കൊച്ചിയാണ് ഓൾറെഡി കേരളത്തിലുള്ള ഒരു ഉം. വലിയ സിറ്റി. അപ്പോൾ അവിടെ കൂടുതൽ ബിസിനസ് വരുന്നതും അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നതും ഒക്കെയാണ് നമുക്ക് നല്ലത്. കൂടുതൽ ആൾക്കാർ ഒരു ചെറിയൊരു സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ ഞാൻ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമന്റാണ്, അതായത് കൊച്ചി യാഹ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങൾ കാരണവും അങ്ങനെയൊക്കെ വെള്ളത്തിന്റെ അടിയിലാവാൻ സാധ്യതയുണ്ട് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ കോട്ടയമാണ് ബെറ്റർ ചോയ്സ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അഗെയിൻ ക്ലൈമറ്റ് ചേഞ്ച് അഗെയിൻ ഒരു ഇമ്പോർട്ടന്റ് സംഭവമാണ്. നമ്മളത് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. കൊച്ചി പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ അടിയിലൊക്കെ ആവാൻ സാധ്യത ഉണ്ടാവാം ഭാവിയിൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊച്ചി നല്ലൊരു എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിറ്റി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ ഭാവിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഇപ്പോഴേ അതിനെ അഭിമുഖീകരിക്കണോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണോ എന്നൊക്കെയുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് പിന്നെ ഗവൺമെന്റ് ആണ് ഈ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതും എനിക്കൊരു പ്രശ്നകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഗവൺമെന്റ് ആണോ ഇനി കോട്ടയം ഡെവലപ്പ് ചെയ്യാൻ നോക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പൊ കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ കൊച്ചിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. കാരണം കൂടുതൽ വേറെ ബിസിനസ്സുകളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനും വലിയൊരു കസ്റ്റമർ ബേസ് കിട്ടാനും ഒക്കെ ചിലപ്പോൾ കൊച്ചിയിൽ പുതിയ ബിസിനസ് തുടങ്ങാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പൊ ആൾക്കാർ യാഹ്. കോൺഷ്യസ്ലി കൊച്ചിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. കൂടുതൽ ആൾക്കാർ കൊച്ചിയിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് ചൂസ് ചെയ്യുന്നത് കൊച്ചിയാണെന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ നമ്മൾ പെട്ടെന്ന് ഗവൺമെന്റ് പറയാണ് ഉം. കൊച്ചി നാളെ വെള്ളത്തിന്റെ അടിയിലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കോട്ടയം ചൂസ് ചെയ്യണം. കോട്ടയത്തിലാണ് നമ്മൾ ഇനി ബിസിനസ് ഫ്രണ്ട്ലി സംഭവങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ചൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണോ കോട്ടയം ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് അവിടെ ഉള്ളത്. അപ്പോ പിന്നെ എനിക്ക് എപ്പോഴുള്ള ഒരു ഫീലിംഗ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കേസിലാണെങ്കിലും ആൾക്കാർ സൊല്യൂഷൻസ് ഉണ്ടാക്കിക്കോളും ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്നുള്ളത് എന്റെ ഒരു വിശ്വാസമാണ്. അത് ചിലപ്പോൾ ഒരു റോങ് മിസ്പ്ലേസ്ഡ് വിശ്വാസമാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പൊ കൊച്ചി മുങ്ങിപ്പോകുന്നതിനുള്ള സൊല്യൂഷൻസ് കൊച്ചിയിലെ ആൾക്കാർ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു മനുഷ്യന്മാരുടെ ഒരു ഇൻജെന്യൂറ്റി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. മനുഷ്യന്മാർ തന്നെ സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. പല പ്രതിസന്ധികളും ഓവർകം ചെയ്തത് മനുഷ്യന്മാരുടെ ഇന്റലിജൻസ് കാരണം തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിക്കോളും കൊച്ചി മുങ്ങുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇപ്പോഴേ കൊച്ചിനെ ലിമിറ്റ് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. സോനിലിന് എന്താണ് അതിൽ തോന്നുന്നത്? ഞാൻ നീ പറയുന്നത് എഗ്രി ചെയ്യുന്നു. പക്ഷെ എനിക്ക് ആ കമന്റിന്റെ
ഒരു സ്പിരിറ്റ്ന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണം അന്ന് നമ്മള് സിറ്റീസിന്റെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ മെയിനായിട്ടൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അർബനൈസേഷൻ വളരെ സ്പ്രെഡ് ഔട്ട് ആണ്. റൈറ്റ്? അപ്പോൾ വയനാട് അർബനൈസ് ചെയ്യുന്നു, കൊച്ചി അർബനൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതേസമയം ബയോഡൈവേഴ്സിറ്റി ലോസിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നു. റൈറ്റ്? നമ്മുടെ ഗ്രീനറി പോകുന്നു. കേരളത്തിൽ പാടങ്ങളില്ല. നമ്മുടെ പഴയ കേരളം നമുക്ക് നഷ്ടപ്പെട്ടു. ഞാറുപാട്ടമൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഇപ്പം. അപ്പം നമ്മളങ്ങനെ കംപ്ലെയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് പകരം ഈ അർബനൈസേഷൻ ഈ നഗരവൽക്കരണം ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആവുന്നതിന് പകരം 1, 2 വലിയ സിറ്റീസ് നമ്മൾ ഉണ്ടാക്കുക. റൈറ്റ്? അപ്പോൾ കൊച്ചിയെങ്കിൽ കൊച്ചി. വലിയ സിറ്റി കൊച്ചിയാക്കുക. അത് വെർട്ടിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്യിപ്പിക്കുക. കഴിഞ്ഞ ആഴ്ച ജപ്പാനിനെ പറ്റി ആനന്ദ് പറഞ്ഞ പോലെ ടോക്കിയോയും, ഒസാക്ക, ക്യോട്ടോ അങ്ങനത്തെ സിറ്റീസൊക്കെ പോലെ 1, 2 വലിയ സിറ്റീസ് ഉണ്ടാക്കുക. ബാക്കിയുള്ള ഏരിയാസിലുള്ള ആൾക്കാർ അങ്ങോട്ട് വന്ന് വർക്ക് ചെയ്തോട്ടെ. സോ ദാറ്റ് ബാക്കിയുള്ള ഏരിയാസ് ഗ്രീനായി ഗോഡ്സ് ഓൺ കൺട്രി കേരളയായിട്ട് ഇരുന്നോളും. ഈ വലിയ സിറ്റീസിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ആ വലിയ സിറ്റീസിലോട്ട് ടാലന്റ് കൺവേർജ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വേറെ നെറ്റ്വർക്ക് ഗുണങ്ങളും ഉണ്ട്. നെറ്റ്വർക്ക് എഫക്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ ഗുണങ്ങളും ഉണ്ട്. അതിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൊച്ചി ആയാലോ, കോട്ടയായാലോ, തിരുവനന്തപുരം കോഴിക്കോടായാലോ ഏതാണെങ്കിലും നമുക്ക് ഐഡിയ ഇസ് ദാറ്റ് 1, 2 വലിയ സിറ്റീസ് നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് നാച്ചുറലി കൊച്ചിയാണ് സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോട്ടെ. അല്ല ഇപ്പൊ കോട്ടയം ആയെന്ന് സംഭവിച്ചെങ്കിൽ അതാണേലും നമുക്ക് കൊച്ചിയിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റോ കൊച്ചി വളരണം എന്നുള്ള ആഗ്രഹമൊന്നും പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഫണ്ടമെന്റൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 സ്ഥലങ്ങൾ വലുതായിട്ടുണ്ടാവുക. സോ ദാറ്റ് അവിടെ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലങ്ങൾ റിലേറ്റീവ്ലി റൂറൽ ആയിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഇത് പ്രിസർവ് ചെയ്യാനും പറ്റും. ഇതൊരു നല്ല മോഡലാണ്. പല കൺട്രീസ് ഫോളോ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അത് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഐഡിയ ആണ്. അതാണ് നമ്മുടെ അഭിപ്രായമായിട്ട് നമ്മളന്ന് ഷെയർ ചെയ്തിരുന്നത്. സോ അതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ്. എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് സംഭവത്തിലോട്ടൊന്നും അധികം നീ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ ജനറലി എഗ്രി ചെയ്യുന്നു. അടുത്തൊരു ചോദ്യം. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഇൻഡിവിജ്വൽ ഫ്രീഡം പറഞ്ഞതായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇതും പറയാൻ പറ്റും തോന്നുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ഇൻഡിവിജ്വൽ റൈറ്റും കമ്മ്യൂണിറ്റി റൈറ്റും കൂടി ബാലൻസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അത് ചോദിച്ചത്. അതായത് എന്താണ് അതിന്റെ ഇടയിലുള്ള സ്വീറ്റ് സ്പോട്ട്? എത്ര ഇൻഡിവിജ്വൽ റൈറ്റ്, എത്ര കമ്മ്യൂണിറ്റി റൈറ്റ്? എന്താണ് സോനില് തോന്നുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ്. ഫണ്ടമെന്റൽ ചോദ്യമാണ്. എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും ഉത്തരം ഇപ്പോൾ പറയാൻ എനിക്കറിയുമെന്നോ അല്ലെങ്കിൽ സമയമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇൻഡിവിജ്വൽ റൈറ്റും കമ്മ്യൂണിറ്റി റൈറ്റും തമ്മിൽ ഒരു കോംപ്രമൈസും ഇല്ല. റൈറ്റ്? അവിടെ ഒരു സ്വീറ്റ് സ്പോട്ട് ഇല്ല. ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ റൈറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റൈറ്റ്. ഏതെങ്കിലും ഒന്നേ ഒരിക്കലും എപ്പോഴും ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എന്താണ് ഇൻഡിവിജ്വൽ റൈറ്റ്, കമ്മ്യൂണിറ്റി റൈറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ കമ്മ്യൂണിറ്റി റൈറ്റ്സ് എന്ന് പൊതുവെ പറയുമ്പോൾ എഗെയിൻ ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് വളരെ ഫണ്ടമെന്റൽ ഐഡിയ ആയിട്ട് ഒരു അടിസ്ഥാനപരമായ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. പൊളിറ്റിക്കലി ഇതിന് പല പരിവേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം. കമ്മ്യൂണിറ്റി റൈറ്റ് എന്ന് പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പം ക്രിസ്ത്യാനികളെ എല്ലാം ഗവൺമെന്റ് ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. ബാക്കി റിലീജിയനുകളെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ഇന്നൊരു കാര്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിചാരിക്കുക. റൈറ്റ്? അതിനാണ് കമ്മ്യൂണിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം സോണൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആനെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ റൈറ്റ് ഉണ്ട്. ഇതാണ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റീനെ നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ടാണോ കാണുന്നത് അതോ ഇൻഡിവിജ്വൽസ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കും ഇൻഡിവിജ്വൽ റൈറ്റ് എന്നാണോ കമ്മ്യൂണിറ്റി റൈറ്റ് എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. നൗ എന്താണ് ഇത് തമ്മിലുള്ള ക്ലാഷ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു പുരുഷനാണ്, ആനന്ദ് ഒരു പുരുഷനാണ്. നമ്മൾ എല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് കണ്ടു, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണ്ടു. നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പായിട്ടുള്ള റൈറ്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നല്ല കാര്യമാണ്. റൈറ്റ്സ് ആണല്ലോ തരുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡംസ് ആണ് തരുന്നത്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനും ആനന്ദും ഇപ്പം ജെൻഡർ ഐഡന്റിറ്റി ആ ഒരു ഐഡന്റിറ്റിയിൽ അതായത് പുരുഷൻ എന്നുള്ള ഐഡന്റിറ്റിയിൽ നമ്മൾ സിമിലർ ആണെങ്കിലും നമ്മൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസുകൾ ഉണ്ടാവാം. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. റൈറ്റ്? അത് അത് നമ്മുടെ ഇപ്പം കാസ്റ്റ്, റിലീജിയൻ ആ രീതിയിലുള്ള ഡിഫറൻസുകളാവാം. ഐഡിയാസ്, പ്രിഫറൻസസ് എന്നുള്ള രീതിയിലുള്ള ഡിഫറൻസുകളാവാം. അങ്ങനെ പല രീതിയിലുള്ള ഡിഫറൻസുകളാവാം. അപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഈ പുരുഷൻ എന്ന് പറഞ്ഞ സാധനം സിമിലർ ആവുന്നത് കൊണ്ട് നമ്മളൊരു ഗ്രൂപ്പാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപക്ഷെ ഈ വേറൊരു സ്ത്രീയായിട്ടായിരിക്കാം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ സിമിലർ ആയിട്ടുള്ളത് ആനന്ദിനെക്കാട്ടും, ഒരു പുരുഷനെക്കാട്ടും. റൈറ്റ്? അപ്പം നമുക്ക് അങ്ങനെ ആൾക്കാരെ ഒരു ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളതാണ് ഫണ്ടമെന്റലി ഒരു ചോദ്യമുള്ളത്. റൈറ്റ്? അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഇൻഡിവിജ്വലും യുണീക്കാണ്. റിഗാർഡ്ലെസ് ഓഫ് നമ്മുടെ ഐഡന്റിറ്റി എന്താണെങ്കിലും ജെൻഡർ രീതിയിലായാലും കാസ്റ്റ് ആണെങ്കിലും റിലീജിയൻ ആണെങ്കിലും നമ്മുടെ ഐഡിയോളജീസ് ആണെങ്കിലും പ്രിഫറൻസുകളാണെങ്കിലും ഒക്കെ ആം, എല്ലാ ഇൻഡിവിജ്വലും എക്സ്ട്രീംലി യുണീക്കാണ്.
നമ്മളെപ്പോലെ ഒറ്റ പീസേ ഉള്ളൂ. റൈറ്റ്? ആനന്ദിനെ പോലെ ഒറ്റ പീസേ ഉള്ളൂ. റൈറ്റ്? ആനന്ദ് ചിന്തിക്കുന്ന പോലെ ആനന്ദിന്റെ എല്ലാ കോമ്പിനേഷനും വരുന്ന ഒരാളെ ലോകത്ത് ആനന്ദ് മാത്രമേ ഉള്ളൂ. റൈറ്റ്? എന്റെ എല്ലാ കോമ്പിനേഷനും വരുന്ന ആള് എന്നെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റും, ലോസും, കോൺസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമ്മളെല്ലാവരും ഒരു ഇൻഡിവിജ്വൽ യൂണീക്ക് കേസുകളായിട്ട് കാണണം. ഒരു ഇൻഡിവിജ്വലിനുള്ള റൈറ്റുകൾ, ഇൻഡിവിജ്വലിനുള്ള ഫ്രീഡംസ് നമുക്ക് തരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും നമ്മൾ ഈ കമ്മ്യൂണിറ്റി റൈറ്റ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഗ്രൂപ്പുകളും ഒരു ഗ്രൂപ്പായിട്ട് മാറും. ബാക്കി ഗ്രൂപ്പുകളെല്ലാം അതർ ചെയ്യും. അവരെല്ലാം ഉം. അതറാണ്, വേറെയാണ്. റൈറ്റ്? അവർ അതേഴ്സ്, അതേഴ്സ്. അപ്പം നമ്മുടെയൊക്കെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഹിന്ദു, മുസ്ലിം പ്രശ്നങ്ങൾ വരുമ്പോൾ ഹിന്ദുസ് ഒരു ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേഴ്സാണ് ബാക്കി എല്ലാവരും. റൈറ്റ്? നമ്മളിങ്ങനെ ഈ അദറിങ് ചെയ്യുന്നത് പലപ്പോഴും പല കൺട്രീസിലും വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. 1, 2 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നാസി ജർമ്മനി എടുക്കുകയാണെങ്കിൽ അവിടെ ഗ്രൂപ്പ് റൈറ്റ്സ് ആണ് സംഭവിച്ചത്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റൈറ്റ്സ് ആണ് സംഭവിച്ചത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് റൈറ്റ്സ് വന്നതുകൊണ്ടാണ് ഹോളോകോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്തത്. അങ്ങനെ പല എക്സാമ്പിൾ ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കുകയാണെങ്കിലുണ്ട്. പൊളിറ്റിക്കലി പലപ്പോഴും നമ്മൾ കമ്മ്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ പല നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയും ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. റൈറ്റ്? എല്ലാ പുരുഷന്മാരും ഒരുമിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾ ഒരുമിച്ച് വന്ന് അല്ലെങ്കിൽ കാസ്റ്റ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് വന്ന് റിലീജിയസ് ഗ്രൂപ്പുകൾ ഒരുമിച്ച് വന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന് വേണ്ടി നമ്മൾ ആൾക്കാരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പല പ്ലാറ്റ്ഫോമുകളാണ്. പക്ഷെ ഫണ്ടമെന്റലി നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഗ്രൂപ്പ്സ് ആണെന്നുള്ളതാണോ നമ്മുടെ ഇൻഡിവിജ്വൽസ് ആണെന്നുള്ളതാണോ? ആൻഡ് ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ ആ ഇൻഡിവിജ്വലിന്റെ ഐഡന്റിറ്റീനെയും അവരുടെ യുണീക്ക്നെസ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ പറ്റി സംസാരിക്കുകയും അതാണ് ഫണ്ടമെന്റൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മളൊരു ഒരു നോർത്ത് ഇന്ത്യൻ വ്യക്തിനെ കാണുമ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ, അപ്പോൾ അയാൾ ഇങ്ങനത്തെ രീതിയിലായിരിക്കും പെരുമാറുന്നത്. പക്ഷേ അയാളൊരു വ്യക്തിയായിട്ടല്ലായിരിക്കും നമ്മൾ പലപ്പോഴും കാണുന്നത്. ഒരു വ്യക്തിക്ക് വൈറ്റ് സ്കിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കളർ സ്കിൻ ഉണ്ടെങ്കിൽ വേറൊരു കളർ ഹെയർ ഉണ്ടെങ്കിൽ ആ വ്യക്തിനെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുമായിട്ടാണോ നമ്മൾ കാണുന്നത്, അതോ ആ വ്യക്തിനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണോ നമ്മൾ കാണുന്നത്, അതോ കാണേണ്ടത് എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ റൈറ്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി റൈറ്റ് എന്നുള്ള ചോദ്യം. റൈറ്റ്? ഇപ്പം എൻ്റെ കേസിൽ തന്നെ എനിക്ക് 1, 2 വൈറ്റ് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ നമ്മൾ ഇന്ത്യയിലെ പല കമ്മ്യൂണിറ്റി റൈറ്റ്സ് മൂവ്മെന്റ്സിൻ്റെയും നരേറ്റീവ് നോക്കുകയാണെങ്കിൽ വൈറ്റ്സ് ആണ് നമ്മളെ കോളനൈസ് ചെയ്ത ആൾക്കാർ. റൈറ്റ്? അപ്പം അവർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ അവരെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. നമ്മളെ കോളനൈസ് ചെയ്ത ആൾക്കാരാണ് ബ്രിട്ടീഷേഴ്സും അവരുടെ ഡിസെൻഡൻസും അല്ലെങ്കിൽ അവരുടെ ആൻസസ്റ്റേഴ്സും ഒക്കെ. ഇപ്പോൾ വൈറ്റ്സുമായിട്ട് നമുക്കൊരു ഒരു ഡിസ്റ്റൻസ് വേണം എന്നൊക്കെ പറഞ്ഞ പല മൂവ്മെന്റ്സും ഉണ്ട്. എൻ്റെ സം ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള, എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള, ഇന്നും എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന 1, 2 ഫ്രണ്ട്സ് വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. റൈറ്റ്? അവരുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നത് അവർ വൈറ്റ് ആയതുകൊണ്ടോ വൈറ്റ് അല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ആ ഒരു 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 വൈബാണ്. റൈറ്റ്? നമ്മളൊരു ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ കണക്ഷനാണ്. അത് അദ്ദേഹം വൈറ്റ് ആയതുകൊണ്ടോ ഒന്നും ആവണമെന്നില്ല. ഏത് കളറാണെങ്കിലും ഒരു പക്ഷേ ആയേനെ. റൈറ്റ്? അപ്പം അതെല്ലാ വൈറ്റ്സുമായിട്ട് ആവണമെന്നില്ല. എല്ലാ ബ്രൗൺ ആയ ആൾക്കാരുമായിട്ട് ആവണമെന്നില്ല. അപ്പം ഈ കളേഴ്സിൻ്റെയും ഇങ്ങനത്തെ ഐഡന്റിറ്റീസിൻ്റെയൊക്കെ അപ്പുറമായിട്ട് ആസ് ഇൻഡിവിജ്വൽസ് നമുക്ക് അന്യോന്യം കണക്ട് ചെയ്യാൻ പറ്റും, അന്യോന്യം എംപത്തൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ റൈറ്റ്, ഇൻഡിവിജ്വൽ ഫ്രീഡംസിനെ പറ്റി പറയുന്നതിന്റെ ഫണ്ടമെന്റൽ ഐഡിയ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. നമ്മള് ഡീലിമിറ്റേഷന്റെ എപ്പിസോഡ് ചെയ്തപ്പോ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് എക്കണോമിക് ഈക്വാലിറ്റിനെക്കാളും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ വന്നൊരു കമന്റ് ആണ്, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം, ഇത് എന്തെങ്കിലും ഡേറ്റ വെച്ചിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോ ഉം. സോണിൽ ടേക്കപ്പ് ചെയ്യുന്നോ, എന്താണ് ചെയ്യുന്ന ഈ നീ ചോദ്യം? പറഞ്ഞോ, നീ പറഞ്ഞോ, നീ യാ പറഞ്ഞോ. ഇതിലെനിക്ക് ഡയറക്ട്ലി ആൻസർ ചെയ്യുന്നതിന് പകരം ഞാൻ വേറൊരു രീതിയിൽ ഇത് ആൻസർ ചെയ്യാൻ നോക്കാം. ഒന്ന്, എക്കണോമിക് ഈക്വാലിറ്റി പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ എല്ലാവരുടെ വെൽത്തും പെർഫെക്റ്റ്ലി ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വിരാട് കോഹ്ലിയുടെ കളി കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന പൈസയൊക്കെ വിരാട് കോഹ്ലിക്ക് പോകുന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടി റിച്ചർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറെ നമ്മളുടെ സ്കിൽ സെറ്റ്സും നമ്മളുടെ കഴിവുകളും അത് എത്രത്തോളം ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള അനുസരിച്ചിട്ടാണ് എക്കണോമിക് സംഭവങ്ങൾ ഡിവൈഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. പക്ഷേ സപ്പോസ് നമ്മൾ എക്കണോമിക് ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റിനെയോ ആരെങ്കിലും ഒരാളെ നിയമിക്കുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം വെക്കുക. അവിടെ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഇല്ലാത്തൊരു കേസാണ് എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ്ലി പോസിബിൾ ആവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം നമ്മൾ പലപ്പോഴും ഗവൺമെന്റിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ നമ്മൾക്കറിയാലോ. കുറച്ച് പേർക്ക് ചിലപ്പോൾ കൂടുതൽ കൺട്രോൾ ഉണ്ടാവും ഗവൺമെന്റിന്റെ മുകളിൽ. പൊളിറ്റിക്കൽ പവർ ഈക്വൽ അല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ എപ്പോഴും. അപ്പോൾ പലപ്പോഴും ഈ ക്രോണി ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ ഗവൺമെന്റും ബിസിനസ്സുകളും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിലേക്ക് ആവുമ്പോഴാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ട് ഗവൺമെന്റിന്റെ മുകളിൽ.
അംബാനിക്കോ, അദാനിക്കോ ആയിരിക്കും എന്നെക്കാളും കൂടുതൽ പൊളിറ്റിക്കൽ പവർ ഉണ്ടാവുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാല്. പൊളിറ്റിക്കൽ പാർട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യാനും, ഗവൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാനും, പോളിസീനെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എക്കണോമിക് ഇക്വാലിറ്റി നമുക്ക് സ്ട്രൈവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് അദാനിയുടെയും അംബാനിയുടെയും പൈസ എടുത്തിട്ട് നമുക്കെല്ലാം ഡിവൈഡ് ചെയ്ത് തരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഇല്ലാതെ അത് പോസിബിൾ ആവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസ് ലോങ് ആസ് അംബാനി ഓർ അദാനി ക്യാൻ ഇൻഫ്ലുവൻസ് ഗവൺമെന്റ്, ഒരിക്കലും ഈ ഗവൺമെന്റ് എക്കണോമിക് ഈക്വാലിറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്യില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസ് ട്രൈ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീലിംഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ആണ് ഒരു ഗവൺമെന്റും ഒരു സിസ്റ്റവും ഒക്കെ കൂടുതൽ ട്രൈ ചെയ്യേണ്ടത്. എക്കണോമിക് ഈക്വാലിറ്റി പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നിയത്. എന്താണ് സോണിന് ഇതിൽ യാഹ്. ആഡ് ചെയ്യാനുള്ളത്? ഞാൻ 100% നീ പറഞ്ഞിട്ട് എഗ്രി ചെയ്യുന്നു. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ ഒരു ഒരു കുടുംബം. ആ കുടുംബത്തില് അച്ഛനുമുണ്ട്, അമ്മയുണ്ട്. 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒരു ചേട്ടൻ, ഒരു അനിയൻ. പേരന്റ്സിന് അപ്പൊ അവിടെ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്താണ്? എക്കണോമിക് ഈക്വാലിറ്റി എന്താണ്? റൈറ്റ്? പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അപ്പനും അമ്മയും 2 മക്കളെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. റൈറ്റ്? അവർ 2 പേർക്കും ഒരേ സ്ഥാനമാണ്. ഒരാളെ കൂടുതൽ സ്നേഹിക്കുക, ഒരാൾക്ക് കൂടുതൽ പക്ഷപാതം കാണിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. 2 പേരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. റൈറ്റ്? 2 പേരുടെ ആവശ്യങ്ങളും ഒരേപോലെ നടത്തി കൊടുക്കുന്നു. 2 പേരെ സ്നേഹിക്കുന്നു. 2 പേർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഇതൊക്കെയാണ് അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. നൗ ഇവര് പ്രായപൂർത്തിയായി വലുതായി. ഒരാള് പഠിച്ച് വലിയൊരു പൊസിഷനിലെത്തി. ഒരാള് വലിയ വലിയ ശമ്പളം മേടിക്കുന്ന ഒരാളായിട്ട് ഒരാള് മാറി. മറ്റേയാൾക്ക് അത്രയും ശമ്പളമില്ല. നൗ പേരന്റ്സിന് പെട്ടെന്ന് ഇയാളുടെ ശമ്പളം കൂട്ടാനൊന്നും പറ്റത്തില്ല. റൈറ്റ്? ഇപ്പം ശമ്പളം കുറഞ്ഞുള്ള ഇപ്പം ലെറ്റ്സ് സേ ഒരു അനിയനാണ് ശമ്പളം കുറവ്. ചേട്ടന് ശമ്പളം ഭയങ്കര കൂടുതലാണ്. പേരന്റ്സിന് ഇപ്പം അനിയന്റെ ശമ്പളം കൂട്ടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് പോയിട്ട് അനിയൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോയിട്ട് ഒച്ചയുണ്ടാക്കി അനിയന്റെ ശമ്പളം കൂട്ടിപ്പിക്കാൻ പറ്റത്തില്ല. അതേപോലെ ചേട്ടന്റെ കമ്പനിയിൽ പോയിട്ട് ഒച്ചയുണ്ടാക്കി അവിടുത്തെ ചേട്ടന്റെ ശമ്പളം കുറപ്പിക്കാൻ പറ്റത്തില്ല. പേരന്റ്സിന് ചെയ്യാൻ പറ്റുന്നത് പേരന്റ്സ് സപ്പോസ് ഭാവിയില് അവരുടെ സ്വത്തോ സംഭവങ്ങളോ ഒക്കെ യു നോ വിഭാജിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഡിവൈഡ് ചെയ്യാണ്, വിഹിതം കൊടുക്കുകയാണെങ്കിൽ ഈക്വലി 2 പേർക്കും കൊടുക്കാൻ പറ്റും. ഇതാണ് ഗവൺമെന്റ് ഐ മീൻ സോറി പേരന്റ്സിന് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്? അപ്പോ ഇതുപോലെയാണ് ഗവൺമെന്റിന്റെ കേസും. അപ്പൊ പേരന്റ്സ് എങ്ങനെ പിള്ളാരെ ട്രീറ്റ് ചെയ്യുന്നോ അതിനാണ് നമ്മൾ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. പിള്ളാരെന്ത് പിന്നെ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ നേടി അവർ ഏൺ ചെയ്യുന്നു. അതാണ് അവരുടെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. എക്കണോമിക് ലൈഫിൽ അവരുടെയുള്ള ഈക്വാലിറ്റി അവരെത്രമാത്രം അധ്വാനിക്കുന്നു, എന്ത് പഠിച്ചു, എന്താണ് മാർക്കറ്റിലെ അവസ്ഥ, അവർക്ക് എത്ര കഴിവുണ്ട്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്കണോമിക് ഈക്വാലിറ്റി. പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ ഒരേപോലെ സ്നേഹിക്കുക, ഒരേ വിഹിതം കൊടുക്കുക, അവരുടെ ആവശ്യങ്ങളെ ട്രീറ്റ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ വളർത്തുക, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതാണ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി. ഇതേപോലെയാണ് ഗവൺമെന്റിന്റെ കേസിൽ. നമ്മളിപ്പോൾ ഗവൺമെന്റിനെ എടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എല്ലാ സിറ്റിസൺസിനെയും ഈക്വൽസ് ആയിട്ടാണോ കാണുന്നത്? എല്ലാവർക്കും ഒരേ റൈറ്റ്സ് ആണോ കൊടുക്കുന്നത്? എല്ലാ സ്റ്റേറ്റിലേക്കും എല്ലാ സിറ്റിസൺസിന്റെ അടുത്തേക്കും സ്റ്റേറ്റ്സിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ എല്ലാ സിറ്റിസൺസിന്റെ അടുത്തേക്കും അവരുടെ ആവശ്യങ്ങളുമായിട്ട് വരുന്ന സമയത്ത് ഈ വ്യക്തി ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ കുറച്ചേ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ട്രീറ്റ് എന്നാണോ ഗവൺമെന്റ് പറയുന്നത്? അതോ റിഗാർഡ്ലെസ് ഓഫ് എങ്ങനത്തെ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരേ റൈറ്റ് ആണ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുന്നിലുണ്ടെന്ന് പറയുന്നതിനാണ് നമ്മൾ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ഈക്വാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഈ വ്യക്തികളൊക്കെ അവർ ജോലി ചെയ്ത് ഏൺ ചെയ്യുന്നത് എല്ലാവരും സെയിം ആയിരിക്കണം എന്ന് പറയുന്നതാണ് എക്കണോമിക് ഈക്വാലിറ്റി. അത് പലപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ഈവൻ എക്കണോമിക് ഈക്വാലിറ്റി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തന്നെ അത് കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുവരാം. അത് കഴിയുമ്പോൾ പിന്നെ അത് കയറി ഇറങ്ങിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം എക്കണോമിക് ഈക്വാലിറ്റി കൊണ്ടുവരികയോ കൊണ്ടുവരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഫണ്ടമെന്റലി പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഇല്ലാതെ പേരൻസ് ഒരേപോലെ പിള്ളാരെ സ്നേഹിക്കാതെ പിള്ളാർക്ക് ഒരേ ശമ്പളം കിട്ടണം എന്ന് പറയുന്നതിൽ അതിനകത്തൊരു ഒരു ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് ഗവൺമെന്റ് എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റിന്റെ ഐഡിയ. അതാണ് ഫണ്ടമെന്റലി ഗവൺമെന്റിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. റൈറ്റ്? അതില്ലാതെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, എക്കണോമിക് ഈക്വാലിറ്റിയുടെ ചോദ്യം വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എക്കണോമിക് ഈക്വാലിറ്റി ഉള്ള ഒരു കൺട്രി ഈ ലോകത്തില്ല. റൈറ്റ്? ഉള്ള ഒരു സൊസൈറ്റിയും എൻ്റെ അറിവിൽ കംപ്ലീറ്റ് എക്കണോമിക് ഈക്വാലിറ്റി ഉള്ള സൊസൈറ്റീസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്തത് വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ മോഡേൺ സൊസൈറ്റീസിൽ എന്തായാലും ഇല്ല. എക്കണോമിക് ഈക്വാലിറ്റിക്ക് വേണ്ടി ശ്രമിച്ച കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് റീസെന്റ് പാസ്റ്റിൽ അറിയാം. അതിന്റെ വലിയൊരു എക്സാമ്പിളാണ് സോവിയറ്റ് റഷ്യ. വേറൊരു എക്സാമ്പിളാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. ഈ 2 സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് മില്യൺസ് ഓഫ് ആൾക്കാര് ഗവൺമെന്റ് തന്നെ കൊന്ന് അല്ലെങ്കിൽ ഫാമൈൻസിലൂടെ മരിച്ച സിറ്റുവേഷനുകളുണ്ടായി. എക്കണോമിക് ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും മില്യൺസ് ഓഫ് ആൾക്കാരുടെ മരണത്തിലേക്കാണ് ഇടയായി തീർന്നത്. അപ്പോൾ എക്കണോമിക് ഈക്വാലിറ്റി വളരെയധികം കോവേർഷനും സ്ലേവറിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ പലപ്പോഴും കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ തന്നെ വിജയിച്ചിട്ടില്ല.
മൊത്തത്തിൽ ആ എക്സ്പെരിമെന്റ് ഫെയിൽ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കൺട്രീസ് തന്നെ ആ എക്സ്പെരിമെന്റ്സ് എല്ലാം ഒഴിവാക്കി പൊളിറ്റിക്കൽ ഇക്വാലിറ്റിന്റെ ഐഡിയയിലോട്ട് പലപ്പോഴും തിരിച്ചു വന്നിട്ടുള്ളത്. സോ, എക്കണോമിക് ഇക്വാലിറ്റിന്റെ ശ്രമങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ ഞാനും നേരത്തെ പറഞ്ഞ പോലെ ഇത് വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. സോ, അതിനെപ്പറ്റി നമ്മൾ വെറുതെ അധ്വാനിച്ച് സമയം കളയുന്നതിന് പകരം പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എല്ലാവർക്കും എൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ അതിനെക്കാട്ടും വലുതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഇത് നമ്മളുടെ പോപ്പുലേഷന്റെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നല്ലോ. ജനസംഖ്യ പ്രശ്നമാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ്. അതിൽ നമ്മളെ ജനസംഖ്യ അത്ര വലിയ പ്രശ്നമല്ല, നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ ബ്രെയിൻ പവറും ഒക്കെ വരുമ്പോഴാണ് നമ്മളുടെ സൊസൈറ്റിയും ഒക്കെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്നതിൽ പറഞ്ഞിരുന്നത് കാര്യമായിട്ട്. അപ്പൊ അതിൽ വന്നൊരു ഇൻട്രസ്റ്റിംഗ് കമന്റ് ആണ്, ഒരു ഡിസഗ്രിമെന്റ് ആണ്. അതിൽ പറഞ്ഞത് കേരളത്തിന്റെ പോലത്തെ ഒരു സംസ്ഥാനമൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഒരു കമന്റ് ചോദിച്ചത്. അഗെയിൻ ഇൻട്രസ്റ്റിംഗ് കേസാണ്. കാരണം കേരളം ഇപ്പോഴും ഫുഡ് സെക്യൂർ ആണോ? കേരളം ഒരു രാജ്യമാണെങ്കിൽ കേരളത്തിന് വേണ്ടതൊക്കെ കേരളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പലതും അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിയിട്ട് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട് നിന്നൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ നമ്മളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നത്. ഇപ്പൊ ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ഉണ്ട്. കാരണം നമ്മൾ ആ ഒരു എപ്പിസോഡിലും പറഞ്ഞിരുന്നു, കാലം മുന്നോട്ടേക്ക് പോകുന്തോറും ഭക്ഷണത്തിന്റെ പൈസ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോ എന്നാലും നമ്മൾ പല രാജ്യങ്ങളിലും ഭക്ഷണം കിട്ടാത്തതുമൊക്കെ നമ്മൾ ടിവിയിലും ന്യൂസിലും ഒക്കെ കാണുന്നുണ്ടാവും. അപ്പോ ഇത് ശരിക്കും ഭക്ഷണം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളതാണ് അതിന്റെ ഫണ്ടമെന്റൽ ചോദ്യം. കാരണം ഞാനൊരു ഗ്രാഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അവർ വേൾഡ് ഇൻ ഡേറ്റ എന്ന് പറഞ്ഞ ടീം കൊണ്ടുവരുന്ന ഒരു ഗ്രാഫാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പോപ്പുലേഷൻ കൂടുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ് ഫുഡ് പ്രൊഡക്ഷൻ കൂടുന്നത് എന്നുള്ളതാണ് ഈ ഗ്രാഫ് നമുക്ക് കാണിക്കുന്നത്. അതായത് പോപ്പുലേഷനേക്കാളൊക്കെ എത്രയോ കൂടിയിട്ടുണ്ട് ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ലോകത്തിനെ മുഴുവൻ ഫീഡ് ചെയ്യേണ്ട ഫുഡ് പ്രൊഡക്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ പോപ്പുലേഷനൊക്കെ ഫീഡ് ചെയ്യാൻ പാകത്തിനുള്ള ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രാഫിന്റെ പ്രധാനമായിട്ടുള്ള ആധാരം. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടപ്പോൾ പിന്നെയും ആൾക്കാര് പട്ടിണി കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വേറെ പല പ്രശ്നങ്ങളും കൊണ്ടാണ്. പോളിസീസിൽ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടത്ര ഇൻകം ഏൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ യുദ്ധങ്ങൾ കാരണോ. ഇപ്പൊ നമ്മൾ ഗാസയിലും അങ്ങനെയുള്ള പല യാ. സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പട്ടിണി കിടക്കുന്നത് കാണുന്നുണ്ട്. അതൊക്കെ വേറെ പല പ്രശ്നങ്ങളും കൊണ്ടാണ് ആ പട്ടിണിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതൊന്നും ലോകത്തിൽ ഫുഡ് പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടത്ര ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാത്തത് കൊണ്ടോ അതുകൊണ്ടൊന്നും അല്ല. അപ്പൊ നമ്മളവിടെ പ്രധാന പ്രശ്നമായിട്ട് കാണേണ്ടത് ഇവർക്ക് ഈ ഫിനാൻഷ്യൽ എബിലിറ്റി എങ്ങനെയാണ് വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പോപ്പുലേഷൻ കാരണമല്ല ആൾക്കാർക്ക് ഫുഡ് അവൈലബിലിറ്റി കുറയുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ വേറൊരു ചോദ്യം വന്നത്, എഗെയിൻ ജൊഹാനാണ് ഈ ചോദ്യം ചോദിച്ചത്. അതായത് പോപ്പുലേഷൻ ഡിക്ലൈനിനെ പറ്റി നമ്മൾ സംസാരിച്ചപ്പോൾ പലപ്പോഴും ഇൻസെന്റീവ്സ് കാരണം നമുക്ക് കൂടുതൽ ആൾക്കാരെ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കാനൊക്കെ പ്രേരിപ്പിച്ചുകൂടെ, മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പോളിസീസ് ഒക്കെ കൊണ്ടുവന്നൂടെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ആന്ധ്രാപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ഒക്കെ ഇങ്ങനെ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, മൂന്നാമത്തെ കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ പൈസ തരാമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പോളിസീസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ ഇപ്പൊ ഫ്രാൻസിലും സൗത്ത് കൊറിയയിലൊക്കെ ഇത് ഭയങ്കര ആക്റ്റീവ്ലി അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര എന്താ പറയുക ഇൻസെന്റിവൈസ് ചെയ്തിട്ടുണ്ട്, പൈസ കുറച്ചിട്ടുണ്ട്. സൗത്ത് കൊറിയയിലും അങ്ങനെയാണ്. സൗത്ത് കൊറിയ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ലോകത്തിലെ ഏറ്റവും ഫെർട്ടിലിറ്റി റേറ്റ് കുറവുള്ള രാജ്യം ഇപ്പോൾ. അപ്പൊ ഉം. അവരിങ്ങനെ കുറെ പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി പാരന്റ്സിന് സഹായം ചെയ്യുന്നതും പൈസ കൊടുക്കുന്നതുമൊക്കെ. പക്ഷെ നമ്മൾ കാണുന്നത് ഇതൊന്നും അത്ര വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ പല കാര്യങ്ങളും ഉണ്ട്. ഒരു കുട്ടി പണ്ടൊക്കെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു അഗ്രികൾച്ചർ ഫാമിലി ഒക്കെ ആണെങ്കിൽ ആ വയലിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ആള് എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും പണ്ട് നമ്മൾ കുട്ടികളെ കണ്ടിരുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പോയിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നൊക്കെയുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഫണ്ടമെന്റൽ സംഭവം തന്നെ മാറിയിട്ടുണ്ട് കുറെയൊക്കെ. അറ്റ്ലീസ്റ്റ് ഇൻ ഡെവലപ്ഡ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഡെവലപ്മെന്റ് ആവും തോറും നമ്മൾക്ക് ആ ഫിസിക്കൽ ലേബറിന്റെ ആവശ്യകത അത്രത്തോളം ഇല്ല. നമ്മൾക്കൊരു പുതിയ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നൊക്കെയുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഒരു കുട്ടീനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് കുറേയധികം പൈസ ചെലവുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ആൾക്കാര്. ആ കുട്ടിയുടെ സ്കൂളിംഗ് ആണെങ്കിലും വളർത്തിക്കൊണ്ടുവരുന്ന പ്രോസസ് ആണെങ്കിലും ഭയങ്കര ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഉണ്ട്. വേറെ എവിടെയെങ്കിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയമായിരിക്കും കുട്ടിയൊക്കെ അറിയാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ആൾക്കാർ ഇപ്പൊ കുട്ടികൾ ഉണ്ടാക്കാതെ അല്ലെങ്കിൽ പഴയ രീതിയിലൊക്കെ ഉണ്ടാക്കാതെ ഉള്ള രീതിയിൽ അധികം ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ലാത്ത സാഹചര്യവും കുറയുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവുന്നത്.
അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ് ഡെവലപ്മെന്റിന്റെ. അതിനൊരു ഒരു കുട്ടി ഉണ്ടാക്കുന്നതിന് കൂടുതൽ വാല്യൂ കാണുന്നില്ല പലരും എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. പലരും കൂടുതൽ പഠിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. ജോലികളൊക്കെയാണ് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കുറയുന്നത്. ഇതൊരു വെറുതെ ഒരു ക്യാഷ് ട്രാൻസ്ഫർ കൊണ്ടോ, ഒരു കുട്ടി എക്സ്ട്രാ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പൈസ തരാമെന്ന് പറയുന്നതിനെ കൊണ്ടോ ഇത് റിസോൾവ് ആവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിരുന്നു, ഇതിന് ചിലപ്പോ ഒരു കുറച്ചെങ്കിലും ഒരു പരിഹാരം ആവുന്നത് നമ്മൾ ഇമിഗ്രേഷൻ കുറച്ചും കൂടി അലൗ ചെയ്യുമ്പോൾ. ഇപ്പൊ ഉം. ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങള്, ആഫ്രിക്കയിലുള്ള രാജ്യങ്ങള്, ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ബീഹാർ, യുപി ഇവിടെയൊക്കെ നല്ല ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ അവിടുന്ന് ആൾക്കാര് റെഡിലി വന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതുവഴി മാത്രമേ നമുക്ക് ആ പോപ്പുലേഷൻ എൻഷുർ ചെയ്യാൻ പെട്ടെന്ന് പറ്റൂ, ഈസിലി പറ്റൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എനിക്കതില് പറയാൻ തോന്നിയൊരു കാര്യം. സോനലിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, എനിക്കിത് ഭയങ്കര തമാശയായിട്ട് കുറെ കാലം ഗവൺമെന്റ് ആൾക്കാരെ കുറയ്ക്കാൻ വേണ്ടി കുറെ ഇൻസെന്റീവ് കൊടുത്തു. അപ്പൊ കുറെ കൂടുതൽ കുറഞ്ഞു പോയി. അപ്പൊ ഗവൺമെന്റ് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ഇൻസെന്റീവ് കൊടുത്തു. ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് ഗവൺമെന്റ് കളിക്കുക. ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്? ഇതൊക്കെ ആൾക്കാരുടെ ചോയ്സസ് ആണ്. അഗെയിൻ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്, ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. ആൾക്കാർ ചൂസ് ചെയ്തോട്ടെ. അതിനകത്തൊന്നും ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഒരു സെൽഫ് കറക്റ്റിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. ഇത്രയും കാലം ഗവൺമെന്റ് ഉണ്ടായിട്ടൊന്നും അല്ല സ്പീഷ്യസ് നമ്മൾ അതിനോ കണ്ടിന്യൂ ചെയ്തത്. അപ്പം അവിടെ മേളിലിരുന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കൊന്നും അത്ര ബുദ്ധിയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെയും കൊണ്ടൊന്നും ചിന്തിച്ച് കൂടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആൾക്കാർ തീരുമാനിച്ചോട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യാഹ്! എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാല് 3 കുട്ടികളായിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നായിരിക്കും ഗവൺമെന്റ് പറയാൻ സാധ്യത. യാഹ്! 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 അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇത് നമ്മള് വാഴ 2ന്റെ എപ്പിസോഡിലാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു കമന്റ് വന്നത്. അതായത് അന്ന് നമ്മള് ഉം. ഡ്രഗ് യൂസിനെ പറ്റി പറഞ്ഞപ്പോൾ സോനൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഒരാളെ ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശരിക്കും പ്രേരിപ്പിക്കണോ? അതൊരു പേഴ്സണൽ ഇതല്ലേ? ഉം. അതില് ഗവൺമെന്റ് കൈ കടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ സോനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമന്റ് ആണ്, ഈ ഹെൽമെറ്റ് ധരിക്കുന്നതും ഡ്രഗ് യൂസും രണ്ടും ഡിഫറന്റ് കാര്യമല്ലേ? ഡ്രഗ് യൂസ് ചെയ്യുന്നതിനെ ഉം. കൊണ്ട് ചിലപ്പോൾ വേറെ ആൾക്കാരെ ഫ്രീഡത്തിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയില്ലേ? കാരണം ഉം. ഞാൻ ഡ്രഗ് യൂസ് ചെയ്തിട്ട് വേറെ ആളെ അടിച്ചാലോ അല്ലെങ്കിൽ വേറെ ആളെ ഉം. ഉപദ്രവിച്ചാലോ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി ഇതിലില്ലേ? അപ്പൊ ഡ്രഗ് യൂസ് നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രിവെന്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ലേ എന്നുള്ള രീതിയിലാണ് ഈ കമന്റ് പറയുന്നത്. എന്താണ് യാഹ്! സോനലിന് തോന്നുന്നത്? ഞാൻ എഗ്രി ചെയ്യുന്നു. ഡ്രഗ് യൂസും ഹെൽമെറ്റും നമുക്കങ്ങനെ എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഡ്രഗ് യൂസ് ചെയ്യുന്നതും കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നയാൾ വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഡ്രഗ് യൂസ് ചെയ്തതും കൊണ്ട് അത് അഡിക്റ്റീവ് ആണ്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ബ്രെയിൻ കപ്പാസിറ്റി അങ്ങനത്തെ കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് സൊസൈറ്റിനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തിയുടെ അടുത്ത് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന സൊസൈറ്റിക്കുണ്ടായിരുന്ന ബെനിഫിറ്റ്സ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ ഹെൽമെറ്റ് അങ്ങനത്തെ ഒരു കേസല്ല. അപ്പം ബ്രോഡ്ലി ഞാൻ ആ പോയിന്റോട്ട് എഗ്രി ചെയ്യുന്നു. ഐ മീൻ സോറി, ഫണ്ടമെന്റലി ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ ബ്രോഡ്ലി ഞാനന്ന് പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതായിരുന്നില്ല. ഞാനന്ന് പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഗവൺമെന്റ് എന്നെ ഹെൽമെറ്റ് ഇടാൻ വേണ്ടി നിർബന്ധിക്കണം? റൈറ്റ്? ഇപ്പം ഞാനിപ്പം ഹെൽമെറ്റ് ഇടാതെ ഒരാളെ ഇടിച്ചാൽ, ഹെൽമെറ്റ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ മറ്റേ ആൾക്ക് ബുദ്ധിമുട്ട് കൂടാനോ കുറയാനൊന്നും പോകുന്നില്ല. റൈറ്റ്? എനിക്കാണ് പ്രശ്നം വരാൻ പോകുന്നത്. അപ്പം എന്റെ തല പ്രൊട്ടക്ട് ചെയ്യണോ, എന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള തീരുമാനം ഞാൻ എടുത്താ പോരെ? ഗവൺമെന്റ് എന്നെയും കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെക്കാട്ടും എന്റെ ജീവന് കൂടുതൽ വിലയൊന്നും ഗവൺമെന്റിലിരിക്കുന്ന ആൾക്കാർക്കില്ലല്ലോ, എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അപ്പം ആൾക്കാര് സ്പീഡ് ലിമിറ്റിന് താഴെ ഓടിക്കാൻ നമുക്ക് റൂൾസ് വെക്കാം. കാരണം സ്പീഡ് ലിമിറ്റിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പ്രശ്നം. ഇപ്പൊ എന്റെ കൊള്ളരുതായ്മ കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഹെൽമെറ്റ് അങ്ങനത്തെ ഒരു വിഷയമല്ലല്ലോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഹെൽമെറ്റോ ഈവൻ സീറ്റ് ബെൽറ്റോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമല്ലല്ലോ എന്നുള്ളതാണ് ഞാനന്ന് പറഞ്ഞത്. അത് ഞാൻ 100% ഇപ്പോഴും അത് തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഡ്രഗ്സിന്റെ കേസിലും ഞാനൊരു ഡ്രഗ്സ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അൺഹെൽത്തി ആയ ഒരു സാധനം എടുത്തു. എന്തുകൊണ്ട് നമ്മൾ ഡ്രഗ്സ് എടുക്കണം? ഇപ്പം നമ്മൾ അൺഹെൽത്തി ആയി ഇപ്പം കുറേ ഹാബിറ്റ്സ് നമുക്കുണ്ട്. റൈറ്റ്? ഇപ്പം സ്ക്രോൾ ചെയ്യുന്ന ഹാബിറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പല ഹാബിറ്റ്സ് നമ്മൾ ഹാബിറ്റ്സ് ചെയ്യുന്നു, നമ്മളെ പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമയം കളയുന്നു, നമ്മളെ അഡിക്റ്റീവ് ആക്കുന്നു, നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കുന്നു, നമ്മൾ ഒരുപക്ഷെ മരിക്കാൻ കാരണമായി തീരുന്നു. ഈ ഒരു കേസിൽ ഡ്രഗ്സ് എടുക്കുന്ന ചോയ്സ് എനിക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഐ ക്യാൻ മേക്ക് ദ ചോയ്സ്. റൈറ്റ്? എനിക്ക് തന്നെ എടുക്കാം. പക്ഷേ പലപ്പോഴും ഡ്രഗ്സ് എടുത്തിട്ട് പല ആൾക്കാരും സമൂഹത്തിലൊരു ന്യൂയിസൻസ് ആവുന്നുണ്ട്. റൈറ്റ്? കൊള്ളരുതാത്ത ആൾക്കാരെ പോയി ഉപദ്രവിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളെ ആൽക്കഹോളും കാര്യങ്ങളൊക്കെ വെച്ച് സ്ത്രീകളിലും കുടുംബങ്ങളിലും ഉള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി വായിക്കാറുണ്ട്. അവർ ഉപദ്രവിക്കുന്ന കേസുകൾ ഒത്തിരി കാണുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്ന സമയത്ത് അതൊരു പ്രോബ്ലമാണ്. നൗ ഇവിടെ ഡ്രഗ്സ് ആണോ പ്രോബ്ലം അതോ അവരുടെ വയലൻസ് ആണോ പ്രോബ്ലം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മള് ഇപ്പം ഒരാള് നാളെ പോയിട്ട് ഹിറ്റ്ലറിന്റെ ബയോഗ്രഫി വായിച്ചിട്ട് 4 ആൾക്കാരെ പോയി ഇടിച്ചു, കൊന്നു. അപ്പൊ നമ്മള് ഹിറ്റ്ലറിന്റെ ബയോഗ്രഫി ആണോ ബാൻ ചെയ്യുന്നത്?
അതോ അയാളെയാണോ നമ്മൾ ജയിലിലിടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. റൈറ്റ്? പലപ്പോഴും ഇൻഡിവിജ്വൽസിന്റെ ചോയ്സസിനെയാണ് നമ്മള് ജഡ്ജ് ചെയ്യേണ്ടത്. അതിന്റെ ഇൻഫ്ലുവൻസുകളെ അല്ല ജഡ്ജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ വേറൊരു അഭിപ്രായം. പക്ഷേ ഡ്രഗ്സിന്റെ വിഷയത്തിനകത്ത് ജനറലി സ്പീക്കിംഗ് ഡ്രഗ്സ് നമ്മുടെ ഇവിടുത്തെ ഒരു ഹാബിറ്റൊന്നും ഫോം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ജനറേഷനൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. ഡ്രഗ്സ് വരുന്നത് കൊണ്ട് അണ്ടർ ഏജ് ആയ ആൾക്കാരെയാണ് പലപ്പോഴും അത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ ഡ്രഗ്സ് ബാൻ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഹാർഡ് ഡ്രഗ്സ് ഒക്കെ ബാൻ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളത് ശരിയാണ്. ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അഗെയിൻ നമ്മള് ഒരു ആക്ഷനെയും അതിന്റെ ഇൻഫ്ലുവൻസിനെയും പലപ്പോഴും നമ്മള് തമ്മില് കണക്ട് ചെയ്യരുതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അത് ആ ഐഡിയേന്റെ പുറകിലാണ് പലപ്പോഴും ബുക്സ് ബാൻ ചെയ്യാനും, മൂവീസ് ബാൻ ചെയ്യാനും ഒക്കെ പോകുന്ന സംഭവത്തിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പം ഇൻഫ്ലുവൻസ് അല്ല പലപ്പോഴും തെറ്റ്, ആക്ഷനാണ് തെറ്റ്. തോട്ട്സ് അല്ല തെറ്റ്, ആക്ഷനാണ് തെറ്റ് എന്നുള്ളൊരു ഐഡിയ ആണ്. ആ ഡിഫറൻസ് നമ്മൾ കൊണ്ടുവരണം എന്നും കൂടെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. സോ ഹെൽമെറ്റ്സും ഡ്രഗ്സും നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്തത്. നമുക്കപ്പോൾ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് നമ്മളുടെ ഇൻസെന്റീവ്സിന്റെ എപ്പിസോഡിൽ വന്നൊരു ചോദ്യമാണ്. ചോദ്യവും ഡിസഗ്രിമെന്റും ഒക്കെ ഉള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇൻസെന്റീവ്സിന്റെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ഇൻസെന്റീവ്സിന്റെ തലയിലിടേണ്ട ആവശ്യമുണ്ടോ? വേറെയും കുറെ പ്രശ്നങ്ങളില്ലേ? ഇപ്പൊ കറപ്ഷനൊക്കെ ആണെങ്കിൽ ഓഫീസേഴ്സിന്റെ ഇറസ്പോൺസിബിലിറ്റി, റിസോഴ്സ് അവൈലബിൾ അല്ലാത്ത സാഹചര്യം, ട്രസ്റ്റ് ഇല്ലാത്ത സാഹചര്യം, അങ്ങനെയൊക്കെ കൊണ്ടും അല്ലേ കറപ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ആണെങ്കിലും നമ്മളന്ന് ചർച്ച ചെയ്ത പല കാര്യങ്ങളും വേറെ പല കാര്യങ്ങളും കൊണ്ടും അല്ലേ ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ എല്ലാം ഇൻസെന്റീവ്സിന്റെ തലയിൽ ഇടണോ എന്നുള്ള രീതിയിലാണ് ഈ കമന്റ് വന്നത്. എന്താണ് സോണിൽ തോന്നുന്നത്? ഇത് ഇപ്പൊ ഈ കമന്റ് ഞാനിപ്പം ജസ്റ്റ് നോക്കുവായിരുന്നു. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന അതിന്റെ അവസാനത്തെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേഴ്സ് റിസോഴ്സസ്, ഇറസ്പോൺസിബിലിറ്റി, ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇതൊക്കെ ഒക്കെ കറപ്ഷന്റെ കാരണങ്ങളായിക്കൂടെ ഇൻസെന്റീവ്സിന് പകരം എന്നാണ് ആ വ്യക്തി ഉം. ചോദിക്കുന്നത്. ഈ സ്കേഴ്സ് റിസോഴ്സസ്, ഇറസ്പോൺസിബിലിറ്റി, ലാക്ക് ഓഫ് ട്രസ്റ്റിന്റെ ഒക്കെ കാരണം ഇൻസെന്റീവ്സ് ആണെന്നുള്ളതാണ് ഞങ്ങള് ആ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അദ്ദേഹം പറഞ്ഞ ഐഡിയ മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലാം ഇൻസെന്റീവ്സ് കാരണമാണ്, ഇൻസെന്റീവ്സ് കാരണം നമ്മൾ പറയുന്നത് കൊണ്ടാണ്. പലപ്പോഴും എന്ന് പറയുന്നത് ശരിയാണോ? നമുക്ക് ഒരു അന്യോന്യം ഒരു ട്രസ്റ്റ് വേണ്ടേ? നമുക്കൊരു റെസ്പോൺസിബിലിറ്റി വേണ്ടേ നമ്മുടെ വേസ്റ്റ് എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ? എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും റെസ്പോൺസിബിൾ ആവാൻ കാരണം എന്താണ്? റൈറ്റ്. ഇപ്പം ഈ ആനന്ദ് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ജപ്പാനില് നമ്മള് പലപ്പോഴും നമ്മുടെ വീടിന്റെ മുന്നിലുള്ള വേസ്റ്റ് നമ്മള് തന്നെ പോയി അത് വൃത്തിയാക്കും. നമ്മള് ഗവൺമെന്റിനൊന്നും നമ്മള് വെയിറ്റ് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും എന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാരത് ചെയ്യാൻ കാരണം? കാരണം അവരുടെ വീടിന്റെ മുന്നിലത് വൃത്തിയായിട്ടിരുന്നില്ലെങ്കിൽ സോഷ്യലി ഒരുപക്ഷെ അതൊരു സ്റ്റിഗ്മയാവാം. അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെപ്പറ്റി മോശം പറയാം എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവര് പോയി അത് വൃത്തിയാക്കുന്നത്. അത് തന്നെ ഒരു ഇൻസെന്റീവ് ആണ്. അതൊരു സോഷ്യൽ ഇൻസെന്റീവ് ആണ്. നമുക്കത് വൃത്തിയാക്കുക എന്നുള്ളത് സോഷ്യൽ ഇൻസെന്റീവ് ആണ്. ഇങ്ങനത്തെ ഇൻസെന്റീവ്സ് പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ സൊസൈറ്റിയിൽ ചിലപ്പോൾ അങ്ങനത്തെ ഇൻസെന്റീവ്സ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻസെന്റീവ്സ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ കറപ്ഷൻ കുറയാൻ വേണ്ടി ഗവൺമെന്റ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. സോ നമ്മള് ഇൻസെന്റീവ്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുക്കുക എന്നുള്ള അർത്ഥമല്ല ഇൻസെന്റീവ്സ് എന്നുള്ളത്. പലപ്പോഴും പണിഷ്മെന്റ്സ് കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി അത് കറക്റ്റ് സമയത്ത് മീറ്റ് ചെയ്യുക. അങ്ങനത്തെ ഐഡിയാസിനൊക്കെയാണ് നമ്മൾ പൊതുവെ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. സോ ഈ കമന്റിൽ പറഞ്ഞിട്ടുള്ള പല സൊല്യൂഷൻസും ഇൻസെന്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്ത സൊല്യൂഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ കാശ് കൊടുക്കുക എന്നുള്ള ഐഡിയ ഇൻസെന്റീവ്സും പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താടാ ആനന്ദ്, നിനക്കെന്ത് തോന്നുന്നു? ഞാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻസെന്റീവ്സിനെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ എല്ലാം ഇൻസെന്റീവ്സിന്റെ തലയിൽ ഇടുക എന്നുള്ള രീതിയിലല്ല. ഇൻസെന്റീവ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിച്ചത് ആ ഒരു എപ്പിസോഡ്. ഇപ്പൊ നമ്മള് സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമിന്റെ കാര്യം പറഞ്ഞു. അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പക്ഷെ അതിന്റെയൊക്കെ പുറകിൽ ഒരു ഇൻസെന്റീവും കൂടിയുണ്ട്. കാരണം ഇപ്പൊ സോഷ്യലി നമ്മള് പലപ്പോഴും ഒരു അതിക്രമം നേരിട്ട സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് ചെയ്യുന്നതൊക്കെ ഒരു സ്റ്റിഗ്മയാണ്. കാരണം സൊസൈറ്റി യാ. മോശമായിട്ട് കാണുക ആ സ്ത്രീയെ. അത് സൊസൈറ്റി ഒരു ഇൻസെന്റീവ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരിക്കലും കംപ്ലയിന്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കംപ്ലയിന്റ് ചെയ്യുന്ന ആളെ മോശമായി കാണുക എന്നൊക്കെ ഉള്ളത് ഒരു നെഗറ്റീവ് ഇൻസെന്റീവ് അല്ലെങ്കിൽ ഒരു ഡിസിൻസെന്റീവ് എന്ന് നമ്മൾ പറയും കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൾക്കാർ കംപ്ലയിന്റ് ചെയ്യാത്തത് ആ കാരണം കൊണ്ടായിരിക്കാം. ഇനിയിപ്പോ ഈ പ്രോസസ്സിലൂടെ കടന്നു പോവുക, കംപ്ലയിന്റ് ചെയ്ത സ്ത്രീക്ക് ഈ പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഉം. കോടതിയിലൊക്കെ ഈ കേസൊക്കെ കുറെ കാലം മുന്നോട്ടേക്ക് പോകും. കോടതിയിൽ പോയിട്ട് എന്താ ഉണ്ടായെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഉം. എഗെയിൻ ആ സ്ത്രീയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എഗെയിൻ ഒരു ഡിസിൻസെന്റീവ് ആണ്. ഇത് കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ് ഒക്കെ വീണ്ടും അനുഭവിക്കണമല്ലോ എന്ന് ഉം. വിചാരിക്കുന്നത്. എല്ലാ പ്രശ്നവും ഇൻസെന്റീവ് കൊണ്ടാണ് എന്നുള്ള രീതിയിലല്ല. എങ്ങനെയാണ് ഇൻസെന്റീവ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഡിഫറെന്റ് പ്രശ്നങ്ങളെ എന്നുള്ള രീതിയിലാണ് നമ്മളത് ഉദ്ദേശിച്ചത്. യാ. അങ്ങനെ നോക്കുമ്പോൾ സോണിൽ പറഞ്ഞതും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാ. ഞാൻ വിശ്വസിക്കുന്നത്. യാ. യാ. എല്ലാ എല്ലാ പ്രശ്നങ്ങളെയും ഇൻസെന്റീവ്സ് മാറ്റിയാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നൊന്നും
നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉം. ആം, ഇൻസെന്റീവ്സ് വഴി നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ആ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യപ്പ്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളൊന്ന് പിക്ക് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകുമ്പോ നമ്മള് ചെയ്യുന്ന വീഡിയോസിലും ഡിസഗ്രീമെന്റ്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ചോദ്യങ്ങളുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇതേപോലെ ചോദിക്കാം. നമ്മൾ മാക്സിമം ആൾക്കാരുടെ ചോദ്യങ്ങളും ഇതിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഇങ്ങനെ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. അപ്പൊ നിങ്ങൾ കൂടുതൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇടുക. അതാണ് നമ്മളെയും കൂടുതൽ ചിന്തിപ്പിക്കാനും, കൂടുതൽ ഇങ്ങനെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും, നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ ഓരോ കാര്യങ്ങൾ പോകാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങൾ എപ്പോഴും വെൽക്കം ആണ്. ഡിസഗ്രീമെന്റ്സ് എപ്പോഴും വെൽക്കം ആണ്. നമ്മളെയും യാ. അതാണ് പ്രചോദിപ്പിക്കുന്നത് മുന്നോട്ടേക്ക് എപ്പിസോഡ് ചെയ്യാനും എല്ലാം ചെയ്യാനൊക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും നേരം കേട്ടു നിന്ന എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു എപ്പിസോഡുമായി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതാണ്. ബൈ. ബൈ ബൈ.